നിങ്ങൾ റാഫിൻ്റെ ഫോട്ടോ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ഞാനന്ന് വിചാരിച്ചിരുന്നത് KFC ഒക്കെ ചെയ്യുന്ന പോലെ നമ്മളെ നാട്ടുകാരൊക്കെ ചെയ്യാനായോ, ഇതാണോ ഇതിൻ്റെ, എനിക്കന്നത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു, യെസ്, ദിസ് ക്രിയേറ്റ്സ് എ ലെഗസി. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ കൂടെ ഉള്ളത് ഫില്ലി കഫേൻ്റെ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ്. എനിക്ക് മൂപ്പര് 10-15 വർഷമായിട്ട് അറിയാം. അഷ്റഫ് ഭായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷാൻ. അങ്ങനെ വാപ്പനെടുത്ത് പോയപ്പോൾ വാപ്പ പറഞ്ഞു, നീ കടല വിട്ട് നടന്നാലും സാരില്ല, നീ ആരുടെ അണ്ടറിലും വർക്ക് ചെയ്യാനൊന്നും പോണ്ട, നീ ബിസിനസ് ആയാൽ മതി. 12 വയസ്സിൽ ഞങ്ങളെ ബാപ്പ ബിസിനസ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു. ജോബ് കിട്ടിയിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്നെ യൂസ് ചെയ്യാണ്, ചെറിയ പൈസ തന്നിട്ട് യൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. ഞാൻ തുറന്നു പറഞ്ഞു, എനിക്ക് ഇതിന്റെ ഡബിൾ തരുന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു പറഞ്ഞു. അതുകൂടാതെ ഇയാൾ എന്നെ അങ്ങോട്ട് അയക്കും, എന്നിട്ട് പറയും പ്രൊജക്ട് ഇന്ന് അവർക്ക് ഡെഡ് ലൈൻ ആണ്, പോയി ഒന്ന് ചെയ്തു കൊടുക്കണം എന്നിട്ട് അയക്കും. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ എന്നെ വിൽക്കുമായിരുന്നു അവർക്ക്. നമുക്ക് അവിടെ പോകാൻ പറ്റും തോന്നുന്നില്ല, കാരണം അവരെന്തോ സ്പോൺസർഷിപ്പ് ഫീ ഒക്കെ ചോദിച്ചിരുന്നു. നമ്മളെ കുറെ കപ്പ് കൊണ്ടുപോയിട്ട് അവിടെ വെറുതെ ഇട്ടേക്കും ഡസ്റ്റ്ബിന്നിന്റെ അടുത്ത്. ഇത് പണ്ടേ റാഫിന്റെ പരിപാടിയാ. എനിക്കൊന്ന് അക്കാഡമിക് സിറ്റിയിൽ ലോഞ്ച് ചെയ്തപ്പോ കപ്പ് കുറെ വെതറിട്ടിരുന്നു. അപ്പോൾ കമ്പനി ഒരു IT കമ്പനി ലെവലിലേക്ക് പോവാണ്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കോർപ്പറേറ്റ് കൾച്ചറായിട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. അത് നമുക്ക് ശരിയാവുന്നില്ല. ക്രിയേറ്റീവ് നമുക്ക് ഫ്രീഡം വേണം, എവിടെ നിന്നും വർക്ക് ചെയ്യണം. എനിക്ക് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഫില്ലിയിലും പോകണം. ഫില്ലി എനിക്ക് വിടാൻ പറ്റില്ല. ഫില്ലി ആക്ച്വലി നമ്മുടെ ക്ലയന്റായി മാറി. ഒന്നുകിൽ ബെവറേജ് കമ്പനിയായി മാറുക, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബെവറേജ് ഈക്വൽ മിക്സ് ഉള്ള ഒരു നല്ല ഹെൽത്തി ഫിനാൻഷ്യൽ ഇതുള്ള ഒരു കമ്പനിയായി മാറുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഞാനേ ദുബായിലൊരു 10 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആര് വന്നു കഴിഞ്ഞാലും ഞാൻ അവരെ കൊണ്ടുപോകുന്നൊരു സ്ഥലമുണ്ട്, ചായ കുടിക്കാൻ. പക്ഷേ ഈ ചായ കുടിപ്പിക്കൽ ഫില്ലി കഫേ, അല്ലെങ്കിൽ അന്ന് ഒരു 2-3 ഔട്ട്ലെറ്റ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. മംസാർ എന്ന് പറഞ്ഞൊരു കോർണിഷ് സൈഡ് ഉണ്ട്, അവിടെ ഒരു കഫറ്റേരിയ. പക്ഷേ നമ്മളെ നാട്ടുകാരുണ്ടാക്കിയ ചായ പോപ്പുലറാക്കിയ ടീമാണ് ഫില്ലി കഫേ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ കൂടെ ഉള്ളത് ഫില്ലി കഫേൻ്റെ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ്. എനിക്ക് മൂപ്പര് 10-15 വർഷമായിട്ട് അറിയാം. പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമുക്ക് മൂപ്പരെ കിട്ടി, മൂപ്പരോടെ വന്നു. സോ അഷ്റഫാണ് നമ്മളെ കൂടെ ഉള്ളത്. അഷ്റഫ് ഭായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷാൻ. എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പിച്ച് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് ബിസിനസ് നടത്തിയപ്പോൾ. എവിടെ നിന്നാണ് നിങ്ങളെ സ്റ്റോറി ആക്ച്വലി തുടങ്ങുന്നത്? എൻ്റെ സ്റ്റോറി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷാൻ പറഞ്ഞ പോലെ സെയിം മംസാർ ഔട്ട്ലെറ്റിൽ നിന്നാണ്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഒരു ദിവസം ഒരു വീക്കെൻഡിൽ പുറത്ത് എവിടെയോ പോയി. ജുമേറാണ് അന്ന് എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബീച്ചൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്ന സമയത്ത്. ഇന്നത് പ്രൈവറ്റ് ബീച്ചായി മാറി. അങ്ങനെ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി ഒരു സെഡാൻ വണ്ടിയിൽ ഞങ്ങൾ 5-6 പേര് കയറി ഞങ്ങളിങ്ങനെ കറങ്ങി ഒരു സ്ഥലം കാണുന്നില്ല. അവസാനം മംസാറിലെത്തി. മംസാറിൽ പോയി നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞു. സാഫ്രാൻ ചായ ഉണ്ട് അവിടെ. ചായ ആണല്ലോ നമ്മളെ മെയിൻ പരിപാടി. അവിടെ പോയി നോക്കുമ്പോൾ ഞാൻ ആക്ച്വലി സർപ്രൈസ് ആയിപ്പോയി. കാരണം ഒരു പ്ലേസ്, അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ചായ ഓർഡർ ചെയ്യുന്നു. 10-22 പേര് ചായ സെർവ് ചെയ്യുന്നുണ്ട്. ഒരു ട്രേയിൽ ഇങ്ങനെ കുറെ. അന്ന് വെള്ളക്കപ്പായിരുന്നു. ചെറിയ ഔട്ട്ലെറ്റ്. അതായത് എനിക്കൊന്ന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ആ ഔട്ട്ലെറ്റ്? വളരെ ചെറുത്, 200-250 സ്ക്വയർ. 200-250 പള്ളിന്റെ സൈഡിൽ. അതൊരു ഹോൾ ഇൻ എ വാൾ എന്ന് പറയാം വേണമെങ്കിൽ. കറക്റ്റ്, അതന്നെ. പിന്നീട് അത് അങ്ങനെ തന്നെ ആയി മാറി. കാരണം മുനിസിപ്പാലിറ്റിയുടെ റെഗുലേഷൻസ് ഒക്കെ വന്നിട്ട് ആ ബിൽഡിങ്, അതാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ പോയി. അന്ന് ചായ കുടിച്ചു. അന്ന് ചായ കുടിച്ചതോടെ അതിന്റെ ഫാനായി മാറി, ആ ചായയുടെ ഫാനായി മാറി.
പിന്നെ അങ്ങോട്ട് ഞാൻ പല സ്ഥലത്തുനിന്നും ഈ പേരിങ്ങനെ കേൾക്കാൻ തുടങ്ങി. നമുക്ക് ഫില്ലി പോവാം. ഇപ്പം ഞാനൊരു ബൊട്ടീക്ക് ഏജൻസിയിൽ വർക്ക് ചെയ്യായിരുന്നു. അന്നേരം എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നും എന്നോട് പറയും വൈകുന്നേരം ഫില്ലി പോകണം. കാരണം അവിടെ പോയിരുന്ന ആൾക്ക് സിഗരറ്റ് വലിച്ച് ചായ കുടിക്കണം, എന്നാൽ മാത്രമേ പിറ്റേ ദിവസം ആൾക്ക് Set ആവുള്ളൂ. അങ്ങനെ ഞാൻ അന്ന് ഒരു 2007 ആയി. 2007 ഞാൻ മൻകൂളിലായിരുന്നു രണ്ടാമത്തെ ഫില്ലിയുടെ ഐക്കോണിക് സ്റ്റോർ എന്ന് പറയാം സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഞാൻ ചായ കുടിക്കാൻ പോയി. അന്ന് മിസ്റ്റർ ഫില്ലി അവിടെ നിൽക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയൊരു കാറിൽ ഇങ്ങനെ ചാരി നിൽക്കായിരുന്നു. എന്നെ എൻ്റെ ഒരു കസിൻ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നല്ലൊരു ഡിസൈനറാണെന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് ഞാൻ ഡിസൈനിങ് ആയിരുന്നു എൻ്റെ മെയിൻ ജോബ്. ഞാൻ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ വർക്ക് ചെയ്യുന്ന സമയമാണ്, വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയമാണ്. അന്ന് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഡിസൈനറാണ്, ഇങ്ങനെ ബ്രാൻഡിന് വേണ്ടി വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കും, ബ്രാൻഡിങ് ഒക്കെ ചെയ്യും. അള്ളാഹുവാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ ഒരാളെ ഇങ്ങനെ നോക്കി നടക്കായിരുന്നു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ ചെയ്തിരുന്ന വെബ്സൈറ്റിന് നല്ല ഒരു പ്രൈസിങ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 20,000 dirhams to 40,000 dirhams ഒക്കെ ചാർജ് ചെയ്യുന്ന സമയമാണ്. അതേ രീതിയിലുള്ള ഒരു സാധനം ഞാൻ ഫില്ലിക്ക് ഉണ്ടാക്കി കൊടുത്തു. അതിനോട് ആളെ ഇമ്പ്രസ്സായി, ആൾക്കൊരു കോൺഫിഡൻസ് വന്നു, നമുക്കൊരാളെ കിട്ടി, ഒരു ബ്രാൻഡിങ് ഒക്കെ ചെയ്യാൻ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് ആള്. അവിടെയാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫില്ലി ആയിട്ട്. ഓക്കെ, ഫില്ലി ആയിട്ടുള്ള ജേർണി അവിടെ കട്ടെ. നമ്മൾ കുറച്ചും കൂടി ബാക്കോട്ട് അടിക്കുക. ഓക്കെ, നിങ്ങളെ സ്കൂൾ, കോളേജ്, എങ്ങനെ ദുബായിലെത്തി, ഇതറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡിസൈനർ ആയിട്ടാണ്. കാരണം ഞാൻ മുമ്പ് ആക്ച്വലി ഒരു കച്ചവടക്കാരനായിരുന്നു. എൻ്റെ വാപ്പാന്റെ കൂടെ ഞാൻ ഗ്രോസറി ഒക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഷാർജയിൽ അങ്ങനെ ബക്കാല വാപ്പാന്റെ കൂടെ കൂടി. അപ്പം ബക്കാലയിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അച്ചായനുണ്ടായിരുന്നു അവിടെ താമസിക്കുന്നത്. അച്ചായൻ ഒരു കമ്പ്യൂട്ടർ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഡംസ്റ്ററിലിട്ടു, വേസ്റ്റ് ബിന്നില്. ഞാൻ പോയി നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് കാണുകയാണ് 1995. ബേസിക് മാത്രം റൺ ചെയ്യുന്ന കമ്പ്യൂട്ടർ. പിന്നെ ഒരു ഫ്ലോപ്പി ഡിസ്കിന്റെ യൂണിറ്റും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത മകന് 24 years old ആയില്ല. ഓ ഓക്കെ, ഫ്ലോപ്പി ഡിസ്ക് ബേസിക് എന്നൊക്കെ പറഞ്ഞ എവിടെ എത്തി. അപ്പൊ ഞാൻ എന്താ വെച്ചാല് LBSന്റെ ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ബേസിക് ഞാൻ കുറച്ച് പഠിച്ചിരുന്നു. അന്ന് എനിക്ക് കമ്പ്യൂട്ടറിനോടുള്ള ക്രേസ് അന്നേ തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു. ഈ ഫ്ലോപ്പി ഡിസ്കിന്റെ യൂണിറ്റ് കണ്ടപ്പോൾ അതെനിക്ക് റൺ ചെയ്യണം എങ്ങനെയെങ്കിലും. അങ്ങനെ ഞാൻ അത് എടുത്തുകൊണ്ടുവന്ന് ബക്കാലയിൽ വെച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അവിടുന്ന് ഞാൻ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ദിവസം ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഇങ്ങനെ നോക്കും ഇവർക്ക് എന്ത് ചെയ്യുന്നത്. സിംഗിൾ ഷട്ടർ ബക്കാലായിരുന്നോ? 2 ഷട്ടർ ആയിരുന്നു. അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു, സ്പേസ് ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വന്നു ആ സമയത്ത്. ഞാൻ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അല്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ദുബായിൽ എത്തണത്, അല്ലെങ്കിൽ ഷാർജയിൽ എങ്ങനെയാണ് എത്തണത്? എന്റെ വാപ്പ എന്നെ കൊണ്ടുപോയത്. ഇവിടെ കച്ചറ അടിച്ചിട്ട് നേരെ ബാക്ക് ചെയ്ത് കോളേജ് ഡ്രോപ്പ് ഔട്ട്. വെരി ഗുഡ്. BSc മാത്തമാറ്റിക്സ് എടുത്തു. പറ്റില്ലെന്ന് മനസ്സിലായി. വാപ്പാനോട് പറഞ്ഞു ടിക്കറ്റ് എടുത്തോ, ഞാൻ എളുപ്പം വരികയാണെന്ന്. വാപ്പ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായി. കാരണം വാപ്പ എന്നോട് പറഞ്ഞിരുന്നു കയ്യാളെ കിട്ടിയല്ലോ. ഞാൻ എഞ്ചിനീയറിംഗിന് പോകാൻ വേണ്ടി വാപ്പാൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ഒരു മാഷെ കൊണ്ട് റെക്കമെൻഡേഷൻ ചെയ്യിപ്പിച്ചു. മാഷ് പറഞ്ഞു 100,000 ഒപ്പിക്കുകയാണെങ്കിൽ നിനക്ക് മാനേജ്മെന്റ് സീറ്റിൽ ഒപ്പിക്കാം, നീ എൻട്രൻസിൽ നിനക്ക് റാങ്കിങ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പാൻ്റെ അടുത്ത് പോയപ്പോൾ വാപ്പ പറഞ്ഞു നീ കടല വിട്ട് നടന്നാലും സാരില്ല, നീ ആരുടെ അണ്ടറിലും വർക്ക് ചെയ്യാനൊന്നും പോണ്ട, നീ ബിസിനസ്മാൻ ആയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ അങ്ങനെയും പറഞ്ഞു വിട്ട് ഞാൻ അവസാനം BScക്ക് ചേർന്നു. പിന്നെ വാപ്പാക്ക് ഇത് കേട്ട് വാപ്പ സന്തോഷമായി. കാരണം അവിടെ ബക്കാല മോൻ ഡ്രോപ്പ് ഔട്ടായി. 12 വയസ്സിൽ ഞങ്ങളെ വാപ്പ ബിസിനസ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു. കാരണം ഈ തേങ്ങയൊക്കെ കൊപ്രയാക്കി മാറ്റി വിൽക്കണം, അതിന്റെ ഒക്കെ കണക്ക് കംപ്ലീറ്റ് ഞങ്ങളെ കയ്യിലാണ്. കിലോക്ക് അതുപോലെ നല്ല പ്രൈസിൽ ബാർഗൈൻ ചെയ്ത് വിൽക്കണം. പിന്നെ അത് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലഡു വാങ്ങിച്ചു തരും. ഇതൊക്കെയായിരുന്നു അന്നത്തെ റിനോമിനേഷൻ. വെരി നൈസ്. ഇതാണ് ശമ്പളം. അപ്പൊ പിന്നെ വാപ്പ ഗൾഫിലല്ല, അപ്പൊ നിങ്ങള് നാട്ടിലായിരുന്നു? എല്ലാവരും ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ അവിടെ ഉണ്ടായിരുന്നു, ഗൾഫിലുണ്ടായിരുന്നു. എനിക്കൊരു 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് വാപ്പ തിരിച്ച് ഇങ്ങോട്ടാക്കി. ഇവിടെ പഠിത്തൊക്കെ നാട്ടിലായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ അത്യാവശ്യം പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാപ്പ ബിൽഡിംഗ് ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെന്റ് കളക്ഷൻ, പിന്നെ അത് എഴുതി വെക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളെ പണി. ഒരു 12 വയസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ പണി പൈസ എണ്ണലാണ്. ട്രെയിനിങ് അന്നേ തുടങ്ങി. അങ്ങനെ പോകുന്ന സമയം ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? നിങ്ങള് പിന്നെ കമ്പ്യൂട്ടർ കിട്ടി.
കമ്പ്യൂട്ടർ കിട്ടി. ആ. കമ്പ്യൂട്ടർ കിട്ടി. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ആളവിടെ സെയിൽ ഇട്ടിരിക്കുകയാണ്. ഉം. ഒരു റെഡ് കളറിൽ പ്രൈസ് ഒക്കെ എഴുതി വെച്ച് സ്ട്രൈക്ക് ചെയ്തിട്ട് വാസ് നൗ എന്നും പറഞ്ഞിട്ട് പ്രൈസ് ഇട്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് സെയിൽസിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്, ട്രിക്ക്. അങ്ങനെ ഞാൻ വന്നിട്ട് എൻ്റെ കടനെ ബിസിയായി കാണിക്കണം. അന്ന് തീരെ ബിസി ഇല്ല, 1-2 ആൾക്കാർ വരും പോവും. ഞാൻ എന്ത് ചെയ്തു, 1-2 പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്തു ഷോപ്പിനകത്ത്. എന്നിട്ട് കംപ്ലീറ്റ് സാധനം ബാക്ക് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിൽ സ്റ്റഫ് ചെയ്തു. അപ്പൊ കാണുമ്പോൾ കടയിൽ നിറച്ചും സാധനം ഒക്കെയാണ്. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ പുറത്തും വെച്ചു, ഈ കൊക്കക്കോല പോലുള്ള ഡ്രിങ്ക്സിന്റെ സ്റ്റാക്ക് ചെയ്തിട്ടുള്ള സാധനം. ആൾക്കാർ കണ്ടപ്പോൾ എന്നോട് വന്നിട്ട് അഷ്റഫ് എന്ത് സംഭവിച്ചു, കടയൊക്കെ ഭയങ്കര ഉഷാറായിട്ടുണ്ട്, ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു സ്റ്റിക്കറിൽ മാർക്കർ കൊണ്ട് എഴുതിയിട്ട് വെച്ചു. നീഡോ ആണ് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട സാധനം അട്രാക്ട് ചെയ്യാനുള്ള. അതിന്റെ പാൽപ്പൊടി, അതിന്റെ പ്രൈസ് ഒക്കെ കുറച്ചിട്ട് ഇങ്ങനെ ഞാൻ തുടങ്ങി. എൻ്റെ ഒരു എന്താ പറയുക, മാർക്കറ്റിംഗ് സൈഡിലുള്ള എൻ്റെ ഒരു ഇത് വന്നത് അവിടെ നിന്നാണ്. എന്നിട്ട് അവിടെ കച്ചവടം തുടരുന്നതിനിടയിൽ എനിക്ക് ഭയങ്കര ബോറടിച്ചു. കാരണം വെച്ചാൽ ആ ഏരിയ തീരെ ശരിയില്ല. ഷാർജ വളരെ ഫേമസ് സ്ഥലമാണത്. റോളയുടെ ഒരു ബാക്ക് സൈഡ് ആയിട്ട് വരും, കോർണിഷ് ഏരിയ. അവിടെയാണ് കംപ്ലീറ്റ് ഈ ലാഞ്ചിയില്ലേ, എന്നാ മെരു എന്നൊക്കെ പറയില്ലേ, വലിയ കപ്പൽ ഊരു വരുന്ന സ്ഥലം. ആ സ്ഥലം ഇരുന്നത് നമ്മള് വാപ്പാക്ക് നല്ല ബിസിനസ് ചെയ്ത സ്ഥലമാണത്. പക്ഷെ പിന്നീട് ഗ്രാജുവലി അത് ഒരു എന്താ പറയുന്നത് റിമോട്ട് ഏരിയയായി മാറി. അത് കൂടാതെ അവിടുത്തെ രാജാവ് അതിനെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ആക്കി മാറ്റി ആ ഏരിയ കംപ്ലീറ്റ്. ബിക്കോസ് അവരുടെ കുടുംബമൊക്കെ താമസിച്ച സ്ഥലമാണ്. മനസ്സിലായി. അപ്പൊ പൊതുവെ ആ സ്ഥലത്ത് ബിസിനസ് കുറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരാനുണ്ടായ കാരണം ഈ മാർക്കറ്റിംഗ് ഒന്നുകൂടി പഠിക്കണം, കമ്പ്യൂട്ടർ ഒന്നുകൂടി എക്സ്പെർട്ട് ആവണം എന്നുള്ളത്. അവിടുന്ന് ഞാൻ കമ്പ്യൂട്ടർ ജേർണി സ്റ്റാർട്ട് ചെയ്തു. സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങിച്ചു. പിന്നെ 98 ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നാട്ടിൽ. 2000 കൂടി ഞാനൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് ഉള്ള ഒരു സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തു നാട്ടില്. കാസർഗോഡ്. അപ്പൊ അവിടെ 2 സ്ഥാപനമേ ഉള്ളൂ. ഒന്ന് എന്റേതും പിന്നെ കാസർഗോഡ് സിറ്റിയിൽ വേറെ ഒരെണ്ണം. നല്ല രീതിയിൽ നടക്കുന്ന. അങ്ങനെ അവിടുന്ന് ഞാനൊരു ഹൈ എൻഡ് PC ഒക്കെ വാങ്ങിച്ച് ഗ്രാഫിക് ഡിസൈനിങ് ഉള്ള ഒരു സ്റ്റുഡിയോ തന്നെ സെറ്റ് ചെയ്തു. എന്നിട്ട് മാക്രോമീഡിയയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എക്സ്പെർട്ട് ആയി. കുറച്ചൊക്കെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്യും. മാക്രോമീഡിയ ഡയറക്ടറാണെന്ന് ഈ മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ, പിന്നെ ഫ്ലാഷും. അങ്ങനെ അത് പഠിച്ചു. ഞാൻ 1-2 പ്രോജക്റ്റ് ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു. അതില് മാംഗ്ലൂരിലുള്ള ഒരു ഹോസ്പിറ്റല്, പിന്നെ കാലിക്കറ്റുള്ള ഒരു ഡോക്ടർ, ഇവർക്കെല്ലാം വേണ്ടി മൾട്ടിമീഡിയ പ്രസന്റേഷൻസ് ചെയ്തു. കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ ഒരു പ്രൊജക്ട് ചെയ്തു. ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടി. പിന്നെ പൈസ തന്നിട്ട് ആൾക്കാർ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പൈസയും കിട്ടും മനസ്സിലായി. അങ്ങനെ ഗവൺമെന്റ് പ്രോജക്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നു. അപ്പോ ചെറുപുഴയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആൾ എന്നോട് പറഞ്ഞു നമുക്കൊരു സാധനം ഉണ്ടാക്കാം, ഗവൺമെന്റിന് വിൽക്കാൻ. എന്നിട്ട് അങ്ങനെ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾ 2 പേരും കൂടി ഉണ്ടാക്കി. അവന്റെ റോള് കംപ്ലീറ്റ് ഒരു ട്യൂട്ടോറിയൽ ഉണ്ടാക്കാം, ഒന്നും അറിയാത്തവർക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ടാക്കാനുള്ള സാധനം. അപ്പോൾ ഒരു മൾട്ടിമീഡിയ PC കൊടുക്കും, പെയിന്റിങ് ചെയ്യാൻ പഠിപ്പിക്കും, കുറച്ച് ഗെയിംസിലൂടെ കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യാം, മൗസ് എങ്ങനെ മൂവ് ചെയ്യാം, ഇതൊക്കെ പഠിപ്പിക്കും. അപ്പോൾ കോഴ്സ് മൾട്ടിമീഡിയ മാക്രോമീഡിയ ഡയറക്ടറിൽ നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സാധനം തന്നെ ഉണ്ടാക്കി, ഒരു CD ഉണ്ടാക്കി. എന്നിട്ട് അവനൊരു CD ഉണ്ടാക്കി. അന്ന് ഈ ഇന്റർനെറ്റ് ഒക്കെ വളരെ വിരളമാണല്ലോ. 30,000 കോപ്പീസ് അതിന്റെ ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് വിറ്റു. CD ബേൺ ചെയ്ത് CD ബേൺ ചെയ്യുന്ന പേര് CD റൈറ്റർ ഒക്കെ വെച്ചിട്ട്. പിന്നെ എല്ലാ കാര്യത്തിനും ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. അങ്ങനെ അത് നല്ല ഹിറ്റായി. അവനാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കാരണം ആളുടെ ആ ഒരു ട്യൂട്ടോറിയലിന്റെ ഒരു മികവായിരുന്നു അത്. എന്റെ റോള് മാക്രോമീഡിയയില് ഈ ഇന്ററാക്റ്റീവ് സാധനം ഉണ്ടാക്കുന്നുള്ള CD ബേൺ ചെയ്ത് വെക്കാം. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല കോൺഫിഡൻസ് ആയി. അത് ഫുള്ള് വിറ്റുപോയി. കംപ്ലീറ്റ് 30,000 കോപ്പീസ് വിറ്റു. അതെങ്ങനെയായിരുന്നു നിങ്ങളെ അതിന്റെ ഒരു സെയിൽസ് ടാക്ടിക് എന്തായിരുന്നു? അവൻ ഒരു നല്ല സെയിൽസ്മാൻ ആയിരുന്നു. ഒന്നാമത് ഞങ്ങൾ പോയി വെക്കും. എന്റെ പണി എന്ന് വെച്ചാൽ ഇത് പ്രൊഡക്ഷൻ രണ്ടും. കാരണം പേജ് മേക്കർ എനിക്കറിയാം, ഞാനാണ് ലേ ഔട്ട് ഒക്കെ ചെയ്യുന്നത്, പിന്നെ പ്രിന്റ് ഹൗസിന് കൊടുക്കുന്നത്, മാക്രോ സാധനം CD കോപ്പി ചെയ്യുന്നതല്ല എന്റെ പണി. അവൻ കംപ്ലീറ്റ് കേരളം മൊത്തം നടന്ന് ഇതിനെ വെക്കും, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും വെക്കും. അന്നൊക്കെ GTech കത്തി നിൽക്കുന്ന സമയമാണ്. GTech ആയിരുന്നു അന്നത്തെ മെയിൻ
പിന്നെ 10 എന്ന് പറഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ കമ്പനി ഉണ്ടായിരുന്നു. ജിടെക് മാറൂഫിന് ജിടെക് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഫസ്റ്റ് ഇനീഷ്യലി ആരാ തുടങ്ങിയ എനിക്ക് ആളെ പേര് മറന്നു. അതെനിക്കറിയില്ല. ഇപ്പൊ മാറൂഫിന് അറിയാം, മേ ബി വേറെ ആരാണോ തുടങ്ങി. ജിടെക് ജിടെക് ഇപ്പോഴും ഉണ്ട്. ജിടെക് ഇപ്പോഴും കത്തിക്കണ സാധനം തന്നെയാണ്. എല്ലാ പഞ്ചായത്തിലും എല്ലാ സാധനമാണ് ഞാൻ കേട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ ഈ മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ സൈഡ്. ഓക്കെ, അതിലെല്ലാം വരും. ഈ ഫ്ലെക്സ് പോലെയുള്ള സാധനങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഈവൻ ഞങ്ങള് ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോയും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഡിജിറ്റൽ ക്യാമറയും പ്രിന്ററും വെച്ചിട്ട്. അതൊക്കെ അന്ന്. എന്നിട്ട് ഫോട്ടോഗ്രാഫി അസോസിയേഷന്റെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നു, പറഞ്ഞു ഇത് സ്റ്റോപ്പ് ചെയ്യണം, ഞങ്ങളെ പണിയാണ്, ഞങ്ങളെ കഞ്ഞിയിൽ പാർട്ടിയിടാണ് നിങ്ങള്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പണിയില്ലാതാവും. കാരണം ഞങ്ങൾ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാണ്. അന്നൊക്കെ ഫോട്ടോഷോപ്പിൽ റീടച്ചിങ് ഒക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പൊ ട്രേഡ് യൂണിയൻസ് വന്നു ഞങ്ങളടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ തൊട്ട് താഴെ ഞാനന്ന് JCIL മെമ്പർ ആയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ കൂടെയുള്ള ആളാണ് സ്റ്റുഡിയോ നടത്തുന്നത്, ആൾക്കാണെങ്കിൽ വളരെ കുറവാണ് ഇപ്പൊ പണിയൊക്കെ കിട്ടുന്നത്, അപ്പൊ നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആളെ പണി പോകും, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അതൊരു റെസ്പെക്ട് അല്ല, നമ്മള് മർച്ചന്റ് അസോസിയേഷനിൽ നിൽക്കുമ്പോൾ ചെയ്യണം. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. 7 years ഞാൻ കണ്ടിന്യൂ ചെയ്തു. നല്ല രീതിയിൽ പോയി. ഞങ്ങൾ കമ്പ്യൂട്ടറും സെല് ചെയ്യായിരുന്നു. പിന്നെ അതോടൊപ്പം ഞാൻ ഒരാഴ്ചയിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഫ്രീലാൻസ് ഒക്കെ ചെയ്യും, കുറെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് നല്ല എക്സ്പേർട്ടായി. അപ്പൊ എനിക്ക് തോന്നി ഇനി ദുബായിക്ക് പോകണം എന്ന് തോന്നി. ഇനി നമുക്ക് വേണം ഒന്നും കൂടി കയറാം. അപ്പൊ പിന്നെ നിങ്ങളെ വാപ്പ തിരിച്ചു വന്നിരുന്നോ? എങ്ങനെയായിരുന്നു? വാപ്പനെ ആക്ച്വലി ഞാൻ തിരിച്ചയച്ചതാ. ഞാൻ ഉണ്ടാവുമ്പോ തന്നെ. ഇനി റിട്ടയർഡ് ചെയ്തോ? നിങ്ങൾ രണ്ടാമത് പോയപ്പോഴാണോ? അല്ല, ആദ്യം തന്നെ. 3 years ഞാൻ അവിടെ നിൽക്കുമ്പോ അവസാനത്തെ ഇയർ ഞാൻ വാപ്പനോട് നിങ്ങൾ നാട്ടിൽ പോയിക്കോ, അപ്പൊക്ക് വയ്യാണ്ടായി. അതായത് നിങ്ങളും പൂട്ടി നാട്ടിലേക്ക് വന്നു. ഞാൻ ബ്രദറിനെ ഏൽപ്പിച്ചു. ആക്ച്വലി ബ്രദറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി. പിന്നെ അവനും വന്നു. അന്നേരം ആ ബിൽഡിംഗ് ആക്ച്വലി ഇവര് ഡെമോളിഷ് ചെയ്തു. പിന്നെ അവിടെ നിൽക്കണേൽ കാര്യമല്ലാന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നിങ്ങള് തിരിച്ചു പോണേ, തിരിച്ച് ദുബായിലേക്ക് കയറാന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പൊ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു, ലെറ്റ് മീ അഗൈൻ ഗോ. ഓക്കെ, എന്നിട്ട് പിന്നെന്താ സംഭവിച്ചു? തിരിച്ചു പോയി 2007-2008 സമയത്താണോ? 2007 ഞാൻ ലാൻഡ് ചെയ്യുന്നത്. അന്നേരം ഞാൻ ജോബ് ഹണ്ടിന് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ടോ വെബ് ഡിസൈനർ ആയിട്ടോ ജോബ് വേണം. കറക്റ്റ്. ഇന്റർവ്യൂവിനൊക്കെ പോയി ഏത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും എല്ലാവരും എടുക്കാണ്. നീ വന്നോളൂ നാളെ തൊട്ട്. അങ്ങനെ ഒരാളടുത്ത് പോയി ഞാൻ ഓക്കെ പറഞ്ഞു. പാസ്പോർട്ട് കൊടുക്കാൻ പോയ നേരത്ത് ഒരു കുട്ടി ഇറങ്ങി വരികയാണ് കരഞ്ഞുകൊണ്ട്, എന്റെ പാസ്പോർട്ട് ഇവരെ പിടിച്ചു വെച്ചിട്ടുണ്ട്, വിസ തരുന്നില്ല, 1 മാസമായി കളിപ്പിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ തന്നെ പോകുന്നില്ലേ? ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടായി. അപ്പൊ ഇന്റർവ്യൂ അത്ര എനിക്ക് ടഫ് ആയിരുന്നില്ല, കാരണം എന്റെ പോർട്ട്ഫോളിയോ പിന്നെ അവർ തരുന്ന ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഈസി ആയിട്ട് എനിക്ക് കിട്ടി, ജോബ് കിട്ടി. ആദ്യ മാസം തന്നെ ജോബ് കിട്ടി. ജോബ് കിട്ടിയിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്നെ യൂസ് ചെയ്യാണ്, ചെറിയ പൈസ തന്നിട്ട് യൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. ഞാൻ തുറന്നു പറഞ്ഞു, എനിക്ക് ഇതിന്റെ ഡബിൾ തരുന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ അവര് ഡബിൾ ആക്കി. അടിപൊളി. പണ്ട് ഞാൻ പറഞ്ഞു കേൾക്കലുണ്ട്, ഈ കാസർഗോഡ് എംബസി എന്ന് കേൾക്കലുണ്ട്. നിങ്ങൾ സ്വന്തം വിസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോവും. നൈസ്. അപ്പൊ നിങ്ങൾ ആദ്യം പോയത് വിസിറ്റിംഗ് വിസ, പിന്നെ കമ്പനി വിസയിലേക്ക് മാറി. ഓക്കെ, അപ്പൊ ഡബിൾ ആക്കി തന്നു. വെരി നൈസ്. വിസ അവർ പെട്ടെന്ന് തന്നു, കാരണം ഇവര് പോയാല് അവർക്ക് പ്രശ്നമല്ലേ, ചെറിയ പൈസയില്. നമ്മളെ മലയാളികൾ അങ്ങനെയല്ലേ. എനിക്ക് തരുന്ന പ്രൊജക്ട്സ് എല്ലാം 90,000 ദിറംസിന്റെ പ്രൊജക്റ്റാണ് ഞാൻ ഫസ്റ്റ് ഡേ ചെയ്തത്. ഇസ്തിത്മാർ വേൾഡ് വൈഡ് എന്ന് പറഞ്ഞിട്ട് അടുത്ത നമ്പർ 1 ഹോൾഡിംഗ് കമ്പനിയുടെ റിയൽറ്റിയുടെ ഒരു വെബ്സൈറ്റ് എന്നോട് പറഞ്ഞു ചെയ്തു കൊടുക്കണം, 2 ദിവസം കൊണ്ട് തീർക്കണം. ഞാൻ ഫ്ലാഷിലാണ് ചെയ്യുന്നത്. ഞാൻ 2 ദിവസം കൊണ്ട് തീർത്തു കൊടുക്കും. ഫ്ലാഷ് ഒന്നും ഇപ്പൊ ഇല്ല, നമ്മളെ ഓഡിയൻസിനൊന്നും അറിയൂല. ഫ്ലാഷ് ഒക്കെ അല്ലേ അന്ന്. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ആണ്. കറക്റ്റ്. അങ്ങനെ തീർത്തു കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്യുന്ന പ്രൊജക്ടിന്റെ വാല്യൂ മനസ്സിലായി. അപ്പൊ അവിടെയുള്ള ഒരു സിറിയക്കാരനെയും ഇവരിങ്ങനെ ചെറിയ പൈസയിൽ ഒപ്പിച്ചവിടെ വെച്ചിരിക്കുകയാണ്. ആള് പറഞ്ഞു ഞാൻ പോകുന്നു പറഞ്ഞിട്ട് ആള് പോകുമ്പോൾ ഇയാൾ പറഞ്ഞു നീ പോയാൽ പിറ്റേ ദിവസം നിന്റെ ജോബ് ധരിക്കും, എനിക്ക് ഭയങ്കര ഹോൾഡാണ് എന്നിട്ട് അവനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. ഇതെല്ലാം ഇതിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു ഇഷ്ടമില്ല. അങ്ങനെ അവനങ്ങനെ പറഞ്ഞു പേടിപ്പിച്ച് അവനും ചെറിയയിൽ നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്തു. അവസാനം ഞങ്ങൾ രണ്ടുപേരും വിജയിച്ചു. അവനക്കും എന്നെ പോലെ തന്നെ ഹൈക്ക് കിട്ടി. ഞങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞങ്ങളുടെ പ്രൊജക്ട്സ് ഒക്കെ വലിയ വലിയ പ്രൊജക്ട്സ് ആയിരുന്നു. അവിടുത്തെ ടോപ്പ് ഏജൻസീസിന്റെ സബ് കോൺട്രാക്ട് ചെയ്യുന്നവർക്ക് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പൊ FE7, BBDO, പിന്നെ Ogilvy എല്ലാരും വർക്ക്. അത് കൂടാതെ ഇയാൾ എന്നെ അങ്ങോട്ട് അയക്കും. എന്നിട്ട് പറയും
പ്രൊജക്റ്റ് ഇന്ന് അവർക്ക് ഡെഡ് ലൈൻ ആണ്, പോയി ഒന്ന് ചെയ്തു കൊടുക്കണം ആ. എന്നിട്ട് അയക്കും. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ എന്നെ വിൽക്കുമായിരുന്നു അവർക്ക്. കറക്റ്റ്. അവർ ചാർജ് ചെയ്യും, അതെ. ഇത്ര അവേഴ്സിന് ഇവൻ വരും അതെ, അവർക്ക് ചെയ്യുമെന്ന്. കറക്റ്റ്. ഇതൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് പറ്റിയ പണിയല്ല. ഞാൻ ഇങ്ങനെ കൂട്ടിലിരുന്ന പോലെ ഇവിടെ ഇരുന്ന് മെഷീനെ പോലെ വർക്ക് ചെയ്യാണ്. രാത്രി 3 മണി വരെ 4 മണി വരെ വർക്ക് ചെയ്യും. ഹെൽത്ത് ഇഷ്യൂസ്, ഞാനിത് റെഡിയല്ല എന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ വർക്കിംഗ് പാർട്ട്ണർഷിപ്പ് തരാം, 25%. നീ സെല്ലും ചെയ്യ് ഡിസൈനും ചെയ്യണം. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. ഇയാളെടുത്തൊരു ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അതിലെ ബുക്സ് ഏതെന്ന് വെച്ചാൽ അവാർഡ് വിന്നിങ് വർക്കുകൾ പബ്ലിഷ് ചെയ്യുന്ന ബുക്സ്, 1 ഷോ, ഇലസ്ട്രേഷൻസ്, D&D, ഇങ്ങനെയുള്ള കുറെ ബുക്സ് ഉണ്ട് അഡ്വർടൈസിങ് ഇൻഡസ്ട്രിക്ക് മാത്രം. അതിൽ അവിടുത്തെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക് പബ്ലിഷ് ചെയ്തു വരും. ആർക്കൈവ് മാഗസിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇതൊക്കെ ആയിരുന്നു. ഇത്ര വിവരം എനിക്കില്ല, അതുകൊണ്ടാണ് ചോദിക്കാനുള്ള ചോദ്യം എന്റെ അടുത്തില്ല. ഓക്കെ, അത് അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ ആ സാധനങ്ങൾ ഇല്ലാതെ ഈ ആർട്ട് ഡയറക്ടേഴ്സ്, ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ഇവർക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രഷർ ആണല്ലോ, ഐഡിയാസ് ഇങ്ങനെ വരണം. അപ്പൊ ഈ ബുക്സ് നോക്കിയിട്ട് അവർ ഇൻസ്പിറേഷൻ എടുക്കുന്നത്. അപ്പൊ ഇവർക്ക് പുതിയ പുതിയ ബുക്സ് വരുമ്പോൾ അപ്പം ഇവരെ ഡെസ്കിലേക്ക് എത്തണം. നമ്മുടെ ബോസ് വലിയ വിദ്വാനാണ് ഈ കാര്യത്തിൽ, ഭയങ്കര കണക്ഷൻസ് ആണ്. ഏകദേശം 1000 ഏജൻസീസ് ഇയാളുടെ അണ്ടറിലുണ്ട്. അവർക്കൊക്കെ ക്രിയേറ്റീവ് ഹെഡ് ഹണ്ടിങ് ഇയാളാണ്. ഈ ആർട്ട് ഡയറക്ടേഴ്സ്, ഇവരെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ്, പിന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സിനെല്ലാം ഹയർ ചെയ്ത് കൊടുക്കുന്ന ഇയാളാണ്. അപ്പൊ ഈ ഏജൻസീസിലൊക്കെ ആക്സസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഈ ബുക്സിന്റെ ഷോപ്പ് ഞാൻ ഏറ്റെടുത്തു. അയാൾ പറഞ്ഞു എനിക്ക് സെയിൽസ് ചെയ്യണം, ഇ കൊമേഴ്സിൽ ഫോക്കസ് ചെയ്യണം. വേർഡ് പ്രസിൽ എനിക്കറിയാം, ബുക്ക് കൊമേഴ്സ് വെച്ച് സാധനം ചെയ്യാനൊക്കെ എനിക്കറിയാം. ഞാൻ അത് വെച്ച് ഞാൻ റൺ ചെയ്തോളാം, എനിക്ക് അതും കൂടി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പെട്ടിയിൽ 22 ബുക്സ് പിടിക്കും അതിനകത്ത്. അതും വെച്ചിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ ഡെയിലി 8 ഏജൻസീസിൽ കയറി ഇറങ്ങും. എന്നിട്ട് എല്ലാ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സിനും ഞാൻ മീറ്റ് ചെയ്തിട്ട് ഇവർക്ക് പുസ്തകങ്ങൾ കൊടുക്കും. കൂട്ടത്തിൽ ഞാൻ അവരോട് സംസാരിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഏതാ ക്ലയന്റ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പൊ അതിന്റെ പിറകില് വേറൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്കൊരു സാധനം ബിൽഡ് ചെയ്യണം. സംഭവം ബിഹാൻസ് പോലെയുള്ള ഒരു സാധനം, ക്രിയേറ്റീവ് റിസോഴ്സിന്റെ ഒരു പൂൾ ഉണ്ടാക്കുക, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കണം, ഒരു പോർട്ട്ഫോളിയോ ലിസ്റ്റിംഗ് പോലെയുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ഇവരെ സെല് ചെയ്യണം. എന്നെ ഇയാള് സെല് ചെയ്ത പോലെ. അയാളെ ഞാൻ പഠിച്ചതാ. അങ്ങനെ ഓൺലൈനിൽ സെല് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, ഓൺലൈനിൽ ഇത് സെല് ചെയ്യാന്ന്. പക്ഷെ ബുക്ക് ഷോപ്പ് ഹിറ്റായി. ആൾക്കാർ ബൾക്കിൽ വാങ്ങിക്കാൻ തുടങ്ങി. 1-2 ബുക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ 10 പുസ്തകങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങി. അന്നേരം ഇയാൾക്ക് ഒരു ഭയങ്കര ഒരു സ്കോപ്പ് വന്നു. അങ്ങനെ ഞാൻ ഫ്രീലാൻസും ചെയ്യുമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് അകത്ത്, ഭയങ്കര ത്വരയുണ്ടായിരുന്നു. അങ്ങനെ നോക്കി നടക്കും. ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനീന്റെ ബോസ് ഒരു ബ്രാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഹൈദരാബാദുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു. ആൾ എനിക്ക് ലീഡ് തന്നു. ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തു. ആൾക്ക് ഒരു കഫേ ലോഞ്ച് ചെയ്യണം, ബിസിനസ് ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നത്. അങ്ങനെ ഇൻസ്പിറേഷൻ എടുക്കാൻ വേണ്ടി കുറെ കഫേയിൽ കയറി മെനൂസ് ഒക്കെ എടുത്തു. കൂട്ടത്തിൽ ഫില്ലിയിലും പോയി. അവിടെ ഞാൻ സ്റ്റക്കായി. ഫില്ലി കണ്ടപ്പോ ഫില്ലിയിൽ ഓറഞ്ച് കളറ് ഇത് കണ്ടപ്പോ ഇയാളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ, ഇതെന്താണ് സംഭവം എന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ കസിനോട് ചോദിച്ചു, കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം മീറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് അവിടെ പോയി കാണുന്നത്. അപ്പൊ തിരിച്ച് നമ്മള് കഥയിലേക്ക് തിരിച്ചു, ഫില്ലിയും നിങ്ങളെ കഥയും നമ്മൾ യോജിപ്പിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് റാഫിന്റെ ഒരു കോൺസ്റ്റന്റ്ലി എപ്പോഴും എന്നെ വിളിക്കും, കാര്യങ്ങൾ പറയും, ആ ഒരു റിലേഷൻ വന്നു. അപ്പൊ എനിക്ക് മറ്റേ സൈഡ് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ. അപ്പൊ എന്നെ ബോസ് എന്നെ വിടുന്നില്ല, ആളൊരു മോനെ പോലെ എന്നെ കൂട്ടിയിരിക്കുകയാണ്. ഒരു സൈഡില് ഫില്ലിന്റെ ഇത് ചെയ്യുന്നു, എന്താ ഗിഗ് വർക്ക് ചെയ്യുന്നു, മറ്റേ സൈഡില് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയും ഉണ്ട്. അപ്പൊ സോ ദെൻ വാട്ട് ഡിഡ് യു ഡു? കൺഫ്യൂസ്ഡ് ആയി. പിന്നെ ചാലഞ്ചും വന്നു. കാരണം എനിക്ക് ഫില്ലിയിൽ ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അന്നേരം അവർക്കും ഹയർ ചെയ്യാൻ ആ ഒരു പ്ലാനിങ് ഒന്നും ഇല്ല. ആ സമയത്ത് എന്നോട് ഒരുപാട് ഫ്രീക്വന്റ്ലി റാഫി സാറായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകാൻ തുടങ്ങി, കോൺവെർസേഷൻസ് ഉണ്ടാകാൻ തുടങ്ങി, ബ്രാൻഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആൾക്ക് ഒരുപാട് നോളജ് വേണമായിരുന്നു ബ്രാൻഡിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാനായിരുന്നു ഒരു റൈറ്റ് പേഴ്സൺ അഡ്വൈസ് എടുക്കാനും കാര്യങ്ങൾക്കായിട്ട്. എനിക്കാണെങ്കിൽ വീണ് കിട്ടിയ ഒരു ഇതായി തോന്നി, അവസരമായി തോന്നി. കാരണം ഒബ്വിയസ്ലി ഐ വാസ് വെരി
ഹംഗ്രി ഫോർ ബ്രാൻഡ് ടു വർക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കുന്ന ഓരോന്നും എക്സൈറ്റ്മെന്റ് കൊണ്ടുവരാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ വെബ്സൈറ്റ് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നല്ലൊരു ഇന്ററാക്റ്റീവ് വെബ്സൈറ്റ്, ആനിമേഷൻസ് ഒക്കെ ആയിട്ട് അതും ഫ്ലാഷ് ആയിരുന്നു. ഞാൻ ഫ്ലാഷിൽ കംപ്ലീറ്റ് ചെയ്തു വിത്ത് സ്ക്രിപ്റ്റിംഗ് ഒക്കെ ആയിട്ട്. നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. അതിനകത്ത് ഔട്ട്ലെറ്റ്സിന്റെ ഒക്കെ പിക്ചേഴ്സ് വരാൻ തുടങ്ങി. കസ്റ്റമേഴ്സ് എൻജോയ് ചെയ്യുന്ന മൊമെന്റ്സിന്റെ പിക്ചേഴ്സ് വരാൻ തുടങ്ങി. അതൊക്കെ വരുമ്പോൾ ഒരു ബ്രാൻഡിന്റെ പ്രൊഫൈല് ഔട്ട്സൈഡേഴ്സിന് നന്നായി കാണാൻ തുടങ്ങി. ഈ ഒരു ഔട്ട്ലെറ്റ് മാത്രമല്ല, ഡിജിറ്റൽ പ്രസൻസും കൂടി വന്നു. ഞാൻ ജിമെയിൽ ഉപയോഗിച്ചിട്ട് ഒരു കോർപ്പറേറ്റ് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തു. അത് കണ്ടപ്പോഴാണ് റാഫി സാറിന് ആക്ച്വലി ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണമെന്ന് മനസ്സിലായത്. കാരണം ഒരു rafifili@gmail.com യൂസ് ചെയ്തിരുന്ന ആള് rafifili@phillycafe.com മാറി. So that was the turning point. അവിടെ നിന്ന് ആള് പറഞ്ഞു, ഇനിയെല്ലാം നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ, യു ആർ വിത്ത് മീ. ഒരു റാഫി അപ്പൊ ഒരു വിഷണറി ആയിരുന്നു. സൺസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹി തിങ്സ് മോർ അബൌട്ട് ഇറ്റ്. അതില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു സാധനത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലായിരുന്നു. പോസിബിൾ, ബിക്കോസ് ആളുടെ വിഷൻ സ്കെയിലബിൾ ആയിരുന്നു. അല്ലാതെ ഒരു 10-20 ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അവിടെ നിർത്തുക എന്നുള്ളതല്ല. ആൾക്ക് അതിന്റെ എല്ലാ സൈഡും, ഫോർ എക്സാമ്പിൾ ഓപ്പറേഷൻസിനെ വരെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു SOP ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ലോക്ക് ചെയ്യുക, എന്നിട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ അതങ്ങനെ റിപ്ലിക്കേറ്റ്. ഇതൊക്കെ ആളുടെ ഐഡിയാസ് ആണ്, ഇതാരും പറഞ്ഞു കൊടുത്തല്ല. ആള് ഇങ്ങനെ ആളുടെ വിഷനും വെച്ച് പോകുമ്പോൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരും അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലുവൻസ് എല്ലാം കൂടി ആള് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ സംഘടനകൾ. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസിപ്പി, ചായയുടെ റെസിപ്പി, ഇറ്റ്സ് എ സീക്രട്ട് റെസിപ്പി ആക്ച്വലി. അപ്പൊ അതിനെ എങ്ങനെ സ്കെയിൽ ചെയ്യും, ഇത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, അവർക്ക് ചായ ഉണ്ടാക്കണ്ടേ. അപ്പൊ ഇൻഗ്രീഡിയൻസിനെ ലോക്ക് ചെയ്യണം, സീക്രട്ട് ഇതായിട്ട് കൊണ്ടുവരണം. അങ്ങനെ ഒരു കമ്പനിനെ അപ്രോച്ച് ചെയ്തു. അവർ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. ലിക്വിഡ് ഫോർമാറ്റിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. Then his idea was to come up with a powder format. അപ്പൊ അതാണ് ഒരു ഫൗണ്ടറുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. സൊല്യൂഷൻസ് കണ്ടെത്തണം ഓരോ ചാലഞ്ചിനുള്ള. അങ്ങനെ അത് ചെയ്തു, അതിനെ ലോക്ക് ചെയ്തു. വേൾഡിൽ തന്നെയുള്ള നമ്പർ 1 കമ്പനിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് റെസിപ്പി ഉണ്ടാക്കുന്നത്. സിംഗപ്പൂർ ബേസ്ഡ് കമ്പനി, സ്റ്റാർബക്സിനൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്. പേര് എനിക്ക് പറയാനുള്ള ലിബർട്ടി ഇല്ല. ബട്ട് സിംഗപ്പൂർ ബേസ്ഡ് ആണ്. പിന്നെ നമ്പർ 1 കമ്പനിയാണ് മിൽക്ക് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്, ന്യൂസിലാൻഡ് ബേസ്ഡ് ഉള്ള. അപ്പൊ ആ രീതിയിലുള്ള ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പൗഡർ ഫോർമാറ്റില് ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ പാക്ക് ചെയ്തിട്ട് വരികയാണ്. ആ ബാച്ച് വൈസ് നമുക്കത് ഉപയോഗിച്ചാൽ മതി. അത്രയും ഈസിയാണ് ഓപ്പറേഷൻസിൽ. ഇതൊക്കെ ആള് കണ്ടെത്തി. അങ്ങനെ ഗ്രാജുവലി ഒരു 2-3 ഇയേഴ്സിൽ ആളുടെ ആ വിഷൻ സെറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. നിങ്ങൾ ഫുള്ള് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഡൊമൈൻ ഉണ്ടാക്കി കൊടുത്തു. ഡൊമൈനിൽ ജിമെയിൽ വെച്ചിട്ട് നിങ്ങൾ ഇമെയിൽ അഡ്രസ് ഉണ്ടാക്കി കൊടുത്തു. അന്ന് 10 ഇമെയിൽ ഫ്രീ ആയിരുന്നു. അത് എനിക്കൊന്ന് ഇപ്പോഴും ഇന്റെ ഏതൊരു ഡൊമൈൻ അതിന്റെ അത് കിടക്കുന്നുണ്ട്, ആ ഇമെയിൽ ഫ്രീ. നൈസ്. അപ്പം എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് എന്ത് സംഭവിച്ചു? അവിടുന്ന് അങ്ങോട്ട് റാഫി സാറിന് മനസ്സിലായി എന്തൊക്കെ ചെയ്യണം. ആ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു. ആ കൂട്ടത്തില് കപ്പിനുള്ള ബ്രാൻഡിങ് ഓൾറെഡി ആള് ചെയ്തിരുന്നു. ഒരു നല്ല റിപ്പിൾ കപ്പ്, ഡബിൾ വാളുള്ള ഒരു കപ്പില് ഓറഞ്ച് കളറൊക്കെ ഇട്ടിട്ട് ലോഗോ ഒക്കെ വെച്ചിട്ട് ആള് ചെയ്തിരുന്നു. പക്ഷെ ആൾക്ക് അതിൽ ഇനിയും എന്തൊക്കെ ചെയ്യാം, ആ ഒരു സ്പേസ് എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് ആള് തിങ്ക് ചെയ്തിരുന്നില്ല. ഒബ്വിയസ്ലി ആൾക്ക് അത്രയൊന്നും സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ തിങ്ക് ചെയ്യാൻ. പക്ഷെ ആ സമയത്തും ഹീറോ പ്രൊഡക്റ്റ് ചായ തന്നെയാണ്, സഫ്രാൻ ചായയാണ്. ഒബ്വിയസ്ലി ചായ തന്നെയാണ്. പക്ഷെ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ചായ തന്നെയായിരുന്നു. ഏതൊരു നോർമൽ കഫറ്റേരിയ സെർവ് ചെയ്യുന്ന മെനു തന്നെ ആയിരുന്നു സെർവ് ചെയ്തിരുന്നത്. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആംബിയൻസിൽ ഒരു കഫേ സ്റ്റൈലില് ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു കപ്പ് ഡിസൈൻ ചെയ്യണം, നല്ലൊരു കപ്പ്. ഞാൻ എന്ത് ചെയ്തു, എന്റെ അടുത്ത് കുറെ ഇൻസ്പിറേഷണൽ ബുക്സ് ഉണ്ടല്ലോ, ബുക്ക് കമ്പനി ബുക്ക് സ്റ്റോർ അതിന്ന് കുറെ സാധനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ആർട്ട് വർക്ക് എനിക്ക് കണ്ടു. അതെന്ന് പറഞ്ഞു എടുത്തിട്ട് ഞാൻ ഇൻസ്പിറേഷൻ എടുത്തിട്ട് സാധനം വരച്ചുണ്ടാക്കി ഇല്ലസ്ട്രേറ്ററിൽ കപ്പിനകത്തിട്ടു. ഇത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുന്ന് ആൾക്ക് പോസിബിലിറ്റീസ് മനസ്സിലായി. അത് ഒരു ഭയങ്കര ഡിസൈൻ ഒന്നും ആയിരുന്നില്ല, പക്ഷെങ്കിലും പോസിബിലിറ്റീസ് ഡിഫറെന്റ്, സാധാരണ എല്ലാരും കൊടുക്കുന്ന സാധനമല്ല. അപ്പൊ ഒരു അറ്റൻഷൻ സീക്കിംഗ് സാധനം കിട്ടി, കപ്പ്. കാരണം ഇത് എവിടെയും പോകും.
അപ്പോൾ അതാണ് ഒരു അഡ്വർടൈസിങ് മീഡിയ എന്ന് പറയുന്നത്. ഇത് കപ്പ് ഈ ദുബായ് മൊത്തം സഞ്ചരിക്കും. യെസ്. അന്ന് എമിറേറ്റ്സിന്റെ ഒരു വലിയൊരു ഇവന്റ് നടക്കുമായിരുന്നു. ആക്ച്വലി എമിറേറ്റ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും പോകാൻ പറ്റാത്ത ഇവന്റ് ആണ്. എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിന്റെ ഇവന്റ്. അപ്പൊ അവിടെ അവര് പറഞ്ഞു നിങ്ങൾ സാമ്പിൾ ആയിട്ട് കുറച്ച് ടീ സർവേ ആണെങ്കിൽ നിങ്ങളെ ബ്രാൻഡിങ് ഒക്കെ അവിടെ വെക്കാൻ പറ്റും. ഓക്കെ, അവിടെ വെക്കട്ടെ. നിങ്ങൾ എങ്ങനെ അവിടം വരെ എത്തി? കാരണം അതിലൊരു കഥ ഉണ്ടാവുമല്ലോ. ഹൗ ഡിഡ് യു ഗെറ്റ്? ആക്ച്വലി ഈ സ്റ്റുഡൻസ് ഒക്കെ അവിടെ ചാടിക്കാൻ വരാറ്. അവിടെ വരുന്ന ആൾക്കാർ യു കാൺ ബിലീവ്. ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ പുറത്ത് ഇരുന്നിട്ട് ഈ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് ഇവിടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്ര ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ അവിടെ വന്ന് അവർ തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത് എല്ലാ സ്ഥലത്തേക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റുഡന്റ് ഫാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റുഡൻസ് ത്രൂ ആണ് നിങ്ങൾ ആ ഇവന്റിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പോൾ റാഫി സാർ പറഞ്ഞു നമുക്ക് അവിടെ പോകാൻ പറ്റും തോന്നുന്നില്ല. കാരണം അവരെന്തോ സ്പോൺസർഷിപ്പ് ഫീ ഒക്കെ ചോദിച്ചിരുന്നു. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, നമ്മളെ കുറെ കപ്പ് കൊണ്ടുപോയിട്ട് അവിടെ വെറുതെ ഇട്ടേക്ക് ഡസ്റ്റ്ബിന്നിന്റെ അടുത്ത്. ഇത് പണ്ടേ റാഫിന്റെ പരിപാടിയാ. എനിക്കൊന്ന് അക്കാഡമിക് സിറ്റി ലോഞ്ച് ചെയ്തപ്പോ കപ്പ് കുറെ വെതറിട്ടിരുന്നു. റാഫി ഏതോ ഇന്റർവ്യൂ പണ്ടത്തെ. ഇത് ഏവിയേഷൻ കോളേജിന്റെ കഥ. ഓ, ആ കഥയാണ്. ഓ, നൈസ്. അവിടെ ഇട്ടേക്കുന്നു. അങ്ങനെ ആളെ അത് ഉപയോഗിച്ചു ഒരുപാട് ആൾക്കാരെ നോട്ടീസ് ചെയ്തു. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇത് റെഡ് ബുൾ ഉപയോഗിച്ച സ്ട്രാറ്റജി ആയിരുന്നു. യെസ്, റെഡ് ബുള്ളോ പെപ്സിയോ ആരോ യൂസ് ചെയ്തോളൂ. റെഡ് ബുള്ള് ഒരു പാർക്കിൽ കംപ്ലീറ്റ് ഒരു ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം ഇട്ടു. അപ്പൊ എല്ലാരും വിചാരിക്കും ഇത് നല്ലോണം പോകണ്ടല്ലോ, എനിക്ക് കുടിക്കണോന്ന്. ഫോമോ ഗ്രേഡ് ചെയ്ത് അങ്ങനെ കുറെ സാധനങ്ങൾ ആ സമയത്ത് സംഭവിച്ചു. ഞാൻ പറഞ്ഞ സോണി ടിവിയുടെ ഒരു കവറേജ്. സോണി ടിവിയിൽ ഗഗൻ മുദ്ഗൽ വന്നിട്ട് നമ്മളെ കവർ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ട്രൂ. അപ്പൊ എനിക്ക് മനസ്സിലായി സ്റ്റോറിക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് എന്നും ഇത് തന്നെയാണ് ഡിസ്കഷൻ. എങ്ങനെ നമുക്ക് PR ഉണ്ടാക്കാം. മറ്റേ ജോലി ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ജോലി ഇപ്പോഴും. എന്നാലും നിങ്ങള് ജോലി കഴിഞ്ഞാൽ അപ്പം ഇവിടെ എത്തും, ഫില്ലിയിലെത്തും. ഫില്ലിയിൽ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. കാരണം ഫ്രീലാൻസ് ആയിരുന്നു അന്ന് ഞാൻ. എനിക്ക് പുസ്തകത്തിന്റെ ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് എന്റെ ഓൺ കമ്പനി പോലെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ടൈമിന്റെ ഒരു പ്രശ്നമല്ല. വൈകുന്നേരം ഒന്ന് പോവാ, ബോസിനൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പ്രൊജക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഒരുപാട് പ്രൊജക്ട് എടുത്തിരുന്നു ആക്ച്വലി, വലിയ വലിയ പ്രൊജക്ട്സ്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ഒരു കമ്പനി നിറയുന്നതിലേക്ക് എത്തുന്നത്. ഓക്കെ. അന്ന് ഞാൻ റാഫിയോട് സംസാരിക്കുമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. അപ്പോൾ ആള് സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആൾക്ക് എന്റെ പൊട്ടൻഷ്യൽ അറിയാം. അപ്പോ വെറുതെ ഇരിക്കണ്ട, നീ എന്താ ആഗ്രഹിക്കുന്നത് ചെയ്യണം. അപ്പോ അതോടൊപ്പം ഫില്ലിയും വേണം. ഒഴിവാക്കരുത്. കാരണം ആളൊരു ബ്രദറിനെ പോലെ നമ്മളെ കൂട്ടിപ്പിടിച്ച് എല്ലാ ഓപ്പർച്യൂണിറ്റിയും തരും. അങ്ങനെ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഏവിയേഷൻ കോളേജിന് വന്നു, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഫില്ലിയെ ഞങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഹാർഡ് കോർ ഫാനായി ഫില്ലിന്റെ. എന്നിട്ട് ഫില്ലിയാണ് പിന്നെ എനിക്ക് പ്രയോറിറ്റി. ടോപ്പ് പ്രയോറിറ്റി ഫില്ലിയായി മാറി. യെസ്. പിന്നെ സ്വന്തമായിട്ട് ഒന്ന് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കമ്പനി സെറ്റ് ചെയ്യാം. കാരണം നല്ല ക്ലയന്റ് നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നെറ്റ്വർക്കിലുള്ള ഇത് വന്നാൽ തന്നെ നമുക്ക് നല്ലൊരു ഇതാവുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സ് സപ്പോർട്ടീവായി വന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പിൽ ഞങ്ങളൊരു കമ്പനി സെറ്റ് ചെയ്തു. ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾ 1 million ടേൺ ഓവർ ആയി. ക്രിയേറ്റീവ് ഏജൻസി. യെസ്. കുറച്ച് നല്ല പ്രൊഡക്ട്സ് ഒക്കെ കിട്ടി. പിന്നെ ആ ഒരു എന്താ പറയുന്നത്, തുടക്കത്തിലുണ്ടാകുന്ന ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു. പിന്നെ പ്രൊജക്ട്സിന്റെ ലോഡ് വന്നു. പിന്നെ ഞങ്ങൾ മാംഗ്ലൂരിൽ ഒരു ഓഫീസ് സെറ്റ് ചെയ്തു. അവിടെ ഹയർ ചെയ്തു ഡെവലപ്പേഴ്സിനെ. 2 ഓഫീസായി. കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ പോകുമ്പോൾ ഇച്ചിരി പ്രശ്നങ്ങൾ വന്നു. സ്വാഭാവികം. ക്രിയേറ്റീവ് ഏജൻസി ആൻഡ് IT കമ്പനി എന്നുള്ള ഒരു ക്ലാഷ് വന്നു. കാരണം IT സർവീസും കൂടി ചെയ്തിരുന്നു. അപ്പോൾ കമ്പനി ഒരു IT കമ്പനി ലെവലിലേക്ക് പോവാണ്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കോർപ്പറേറ്റ് കൾച്ചറായിട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. അത് നമുക്ക് ശരിയാവുന്നില്ല. ക്രിയേറ്റീവ് നമുക്ക് ഫ്രീഡം വേണം, എവിടുന്നും വർക്ക് ചെയ്യണം. എനിക്ക് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഫില്ലിയിലും പോകണം. ഫില്ലി എനിക്ക് വിടാൻ പറ്റില്ല. ഫില്ലി ആക്ച്വലി നമ്മുടെ ക്ലയന്റായി മാറി. അപ്പം റെസ്പോൺസിബിലിറ്റി കൂടി. കാരണം റാഫി ഫില്ലി പുറത്ത് എവിടെയും കൊടുക്കാതെ എനിക്ക് തരുവാണ്. നമുക്ക് ആ ഒരു തിരിച്ചൊരു ഇത് വേണമല്ലോ, ഒരു കമ്മിറ്റ്മെന്റ്. അപ്പോ പിന്നെ എനിക്ക് മുമ്പോട്ട് പോയില്ലെന്ന് മനസ്സിലായി. ഞാൻ ഒഴിവായി. എനിക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി അത് എന്നെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു പാഷനിൽ ഒരു ബേബിനെ പോലെ സ്റ്റാർട്ട് ചെയ്ത സംഭവം
അത് വേറൊരു രീതിയിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വിഷമം കാരണം ഞാൻ ഒഴിവായി. ഓക്കെ. ഒഴിവാൻ റാഫി കാത്തിരിക്കുമായിരുന്നു തോന്നുന്നു. ഇങ്ങോട്ട് പോരുവാനെ ഇങ്ങോട്ട് പോരുവാനെ പറഞ്ഞു. ഓക്കെ, നൈസ്. അങ്ങനെ പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയി ഫില്ലിയിലേക്ക്. ഓക്കെ, അപ്പോഴത്തേക്ക് ഫില്ലി എത്ര ഔട്ട്ലെറ്റ്സ് ആയിട്ടുണ്ടോ നിങ്ങൾ ആ ഫുൾ ടൈം ട്രാൻസിഷൻ വന്നപ്പോൾ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 ഔട്ട്ലെറ്റ്സ്. 10 ഔട്ട്ലെറ്റ്സ്. അപ്പൊ നിങ്ങൾ ഫുൾ ടൈം ഫില്ലിയിലേക്ക് വന്നു. ഫില്ലിയിലായി. ഓക്കെ, അപ്പൊ വിത്തിൻ 2 years 26 ഔട്ട്ലെറ്റ്സ് ആയി. ഓ, അടിപൊളി. അതാണ് ആക്ച്വലി ഒരു അഗ്രസീവ് ഗ്രോത്തിന്റെ ഒരു സമയം. ഓക്കെ, അപ്പൊ ആ സമയത്ത് നിങ്ങൾ ബ്രാൻഡിങ് ഒക്കെ മാറ്റി. എപ്പോഴായിരുന്നു ആ ബ്രാൻഡിങ് ചേഞ്ച്? ശരിക്കും ഒരു പ്രീമിയം പ്ലേസ്മെന്റ് ചെയ്തിരുന്നല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വർഷം എടുത്തു അത് ചെയ്യാൻ. അപ്പൊ 2009 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 18-19 ആ പീരീഡിലാണ് അപ്പോഴാണ് ഒന്ന് റാഫി സമ്മതിച്ചത്. പക്ഷെ അതിന് തക്കതായ കാരണമുണ്ട്. ആളെ തെറ്റു പറയാൻ പറ്റില്ല. 40 കൺട്രീസിൽ ആ ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആയി. ഓ, ആ പഴയ ബ്രഷ് സ്ക്രിപ്റ്റിന്റെ ഫോണ്ടും പിന്നെ ഒരു ലോഗോവും ഒരു സർക്കിൾ ഇതിലുള്ള ലോഗോവും രജിസ്റ്റേർഡ് ആയിരുന്നു. അത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊരു റൈറ്റ് ഡിസിഷൻ അല്ല റീബ്രാൻഡിങ്. കാരണം നമുക്ക് വേറെ വിഷണറി ആയിരുന്നു, എല്ലായിടത്തും പോയി ട്രേഡ് മാർക്ക് എടുത്തു. ആദ്യം തന്നെ ചെയ്തു. ഈസ് വെരി ഗുഡ് ഇൻ ദാറ്റ്. അപ്പൊ അതിന് നല്ലൊരു കാശ് ചെലവായിണ്ടോ? പിന്നെ ഇറ്റ് വാസ് പ്രോബ്ലി ഇൻ മില്യൺസ്. ബിഗ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. നമ്മളൊന്നും ആ ഒരു സ്റ്റെപ്പ് എടുക്കില്ല. ആ സമയത്ത് ആളത് ചെയ്തു. അതൊക്കെ പിന്നീട് ഒരുപാട് നമുക്ക് ക്രെഡിബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഞങ്ങളിങ്ങനെ ഓരോന്ന് PR പറയുമ്പോൾ നമ്പേഴ്സും കാര്യങ്ങളും വിഷനും മിഷനൊക്കെ പറയുമ്പോൾ രജിസ്റ്റേർഡ് ആയി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്കും ഒരു എന്താ പറയുന്നത് നമ്മളോടുള്ള ഒരു ഇത് കൂടും. അതെ, കറക്റ്റ്. പാർട്ട്നേഴ്സ് പുതിയ പ്രോസ്പെക്ട്സ് വരുമ്പോൾ അവർക്ക് അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ പലയിടത്തും അത് ഉപകാരമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫുൾ ടൈം ആയതിനു ശേഷം പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ആ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റീബ്രാൻഡിങ്ങിൽ എത്തിയത്. പക്ഷെ അതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഫില്ലിയിൽ 365 ഡേയ്സും നമുക്ക് എന്താ പറയുന്നത് ഒരു IPL നടക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു കെയോസ് ആണ്, കാര്യങ്ങളുടെ കെയോസ് ആണ്. കാരണം പല ചാലഞ്ചസ് പല സൈഡിൽ നിന്ന്. ഞങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല US ഒരു ബ്രാഞ്ച് തുറക്കും, ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കും, ഞങ്ങളൊക്കെ ജോലി ഇരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നു. റാഫി സാറ് പറയുമ്പോഴും നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാനൊരു ഇതുണ്ടായിരുന്നു. നമ്മളൊരു മല്ലു ബ്രാൻഡ് എങ്ങനെ അവിടെ വരെ എത്തും? അങ്ങനെയല്ല, ഇതൊക്കെ സംഭവിക്കുമോ? കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ കപ്പാസിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞങ്ങൾക്കൊന്നും വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ, ഹാർവാർഡ് ഒന്നും അല്ലല്ലോ. നമ്മളും ഈ 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ് വരുന്നതല്ലേ. അങ്ങനെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ പക്ഷെ ഒരു ബിലീവ് ഉണ്ടായിരുന്നു. എനിക്ക് മുമ്പേ ഒരു ബിലീവ് ഉണ്ടായിരുന്നു. എനിക്ക് ഫില്ലി എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ഹാപ്പനിങ് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത് എന്തൊക്കെയാണ്? PR അവിടെ നിന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, ടെലിവിഷൻ കവറേജ്, റാഫി ഫില്ലി ഈസ് ലിസ്റ്റഡ് ഇൻ 100 ടോപ്പ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ഫോബ്സ്. ഇതൊക്കെ എന്താ സംഭവിക്കുന്ന അറിയുന്ന ഒരു ഇത്. പിന്നീട് മനസ്സിലായി ദിസ് ഇസ് ഹൗ പീപ്പിൾ സ്കെയിൽ ഇറ്റ്. ഇങ്ങനെയാണ് ബ്രാൻഡ് സ്കെയിൽ ആവുന്നത്. ബ്രാൻഡുമായിട്ട് ഭയങ്കര ലോയലായിരുന്നു അതിന്റെ കസ്റ്റമേഴ്സ്. ഇപ്പൊ ഞാനൊക്കെ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഇപ്പോഴും ഞാൻ ലോയലാ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിയിൽ മീറ്റ് ചെയ്യാം. അതാണ് ഫ്രണ്ട്സ് ഇപ്പൊ പറയും ഫില്ലിന്റെ ചങ്ങായി വന്നുകൊണ്ട് അറിയൂ. അതെ, പല ബ്രാൻഡും സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ നടക്കുമ്പോൾ ഫില്ലിയിലെല്ലാം സംഭവിക്കുമായിരുന്നു ഓർഗാനിക്കലി. ഒരു കപ്പിള് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഫില്ലിയിലാണ് മീറ്റ് ചെയ്തത്, വരുന്നത് കുട്ടീനെയും കൊണ്ടാണ്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം അവർ കുട്ടിയും കൊണ്ട് തിരിച്ചു വരുന്നു. അവര് ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് ഫില്ലിയില്, കാനഡയിൽ പോയി കല്യാണം കഴിച്ച് തിരിച്ചു ദുബൈക്ക് വന്നു. പിന്നെ ഒരു ലേഡി പ്രഗ്നന്റ് ആയപ്പോൾ ഒരു മെസ്സേജ് വരുവാണ്, ഞങ്ങളൊരു ബർഗർ ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നു. ആ ബർഗർ ആ ലേഡിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെനിക്കിപ്പോ ഭയങ്കര ക്രേവിങ്സ് ഉണ്ട്, നിങ്ങളത് തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങളത് തിരിച്ചു കൊണ്ടുവന്നു. വിത്തിൻ 1 വീക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. ആളെ ഇൻവൈറ്റ് ചെയ്തു, ആൾ ടേസ്റ്റ് ചെയ്തു. അങ്ങനത്തെ കുറെ മൊമെന്റ്സ്. ട്രൂ. അപ്പൊ അതിന്റെ അകത്ത് വാട്ട് ഡു യു തിങ്ക് വൈ ദാറ്റ് എന്തുകൊണ്ട് ആ കൈൻഡ് ഓഫ് ലോയൽറ്റി? ഞാൻ വേറൊരു കഫേക്ക് അങ്ങനെ ലോയൽറ്റി ഉണ്ടാവണ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒന്ന് ആ പ്രൊഡക്റ്റ്, ചായ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇറ്റ്സ് വെരി മച്ച് കണക്റ്റഡ്, റൈറ്റ്? ഏതൊരു സെറിമണി എടുത്തു കഴിഞ്ഞാലും അവിടെ ചായ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ ക്രൗഡിന്, സൗത്ത് ഏഷ്യൻസിന്. കോഫിക്ക് അത്ര ഒരു പാർട്ടിയിൽ അങ്ങനെ ഒരു സെലിബ്രേഷൻസിൽ ഒരു പ്ലേസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കോഫി ഇസ് എ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്. സംടൈംസ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്, അതൊന്ന് ഹോൾഡ് ചെയ്ത് നടക്കണം എന്നുള്ളത്. പക്ഷെ ടീക്ക് ഒരു വല്ലാത്തൊരു കണക്ഷൻ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. അതിൽ ബേസ് ചെയ്തിട്ട് സ്റ്റോറി ഉണ്ടായതാണ് ഇതിനുള്ള കാരണം. നല്ല ചായ കുടിക്കാൻ വേണ്ടി
ഒരു സുഹൃത്തിനെ ക്ഷണിക്കുന്ന ആ ഒരു മൊമെന്റ് അത് എൻഡ് ചെയ്യുന്നത് ഫില്ലിയിലാണ് വന്നിട്ട്. അവിടെയാണ് ഒരു മനസ്സിന്റെ അവിടെ ഇത് കയറി നിൽക്കുകയാണ് ഫില്ലി. കറക്റ്റ്. അപ്പൊ ഒരു ചായയുടെ സിനോണിമസ് ആയി മാറി ഫില്ലി എന്ന പേര്. ഇപ്പൊ എല്ലാരും എനിക്കൊരു ഫില്ലി വേണം എന്ന് പറയുന്ന നിലയിലേക്ക് വന്നു. ചായ ഫില്ലി പോവാ. നൈസ്. അപ്പൊ നിങ്ങൾ വന്ന് പിന്നെ എന്തൊക്കെയാണ് മെനു റീവാമ്പ് ചെയ്തത്? ഹൗ ഡിഡ് ദാറ്റ് പ്രീമിയം പൊസിഷനിങ്? ചുമ്മാ പ്രീമിയം ലോഗോ മാറ്റി കഴിഞ്ഞാൽ പ്രീമിയം പൊസിഷനിങ് ആവൂലല്ലോ. നിങ്ങൾ കുറെ അഡീഷണൽ ചായ അല്ലാണ്ട് ഇപ്പൊ നിങ്ങളുടെ ഹീറോ പ്രൊഡക്റ്റ് ഇപ്പോഴും ചായ തന്നെയാണോ? ഏറ്റവും കൂടുതൽ റവന്യൂ ചായയിൽ നിന്നാണോ? റവന്യൂ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ 50-50 റേഷ്യോ ആണ് ഫുഡ് ആൻഡ് ബെവറേജ്. അതെങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി? ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അത് നടന്നില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ആ റേഷ്യോ ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമായിരുന്നു. ഒന്നുകിൽ ബെവറേജ് കമ്പനിയായി മാറുക, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബെവറേജ് ഈക്വൽ മിക്സ് ഉള്ള ഒരു നല്ല ഹെൽത്തി ഫിനാൻഷ്യൽ ഇതുള്ള ഒരു കമ്പനിയായി മാറുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒബ്വിയസ്ലി അതിന് വേണ്ട എല്ലാ ബാക്ക്ഗ്രൗണ്ട് വർക്കും റാഫി സാർ നടത്തി. അതിന് വേണ്ട ആളെ ഹയർ ചെയ്തു, ടോപ്പ് കൺസൾട്ടൻസ് വന്നു, എല്ലാവരും വന്നു. എങ്കിലും ഒരു കോർ ടീം ഉണ്ട് ഫില്ലിക്ക് തുടക്കം തൊട്ട് ഇന്ന് വരെ. അതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ നല്ലോണം അതിന്റെ പിറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചേഞ്ച് വരാൻ. റീസെന്റ് ആണ് നമുക്ക് ഒരു പോസ്റ്റ് കോവിഡ് എന്ന് പറയാം അച്ചീവ് ആയത് ആക്ച്വലി. കാരണം നമുക്ക് 1-2 പേര് ടീമിൽ ജോയിൻ ആയിട്ടുണ്ട്. അവര് നല്ല ഫുഡ് ആൻഡ് ബെവറേജ് അതുപോലെ റീറ്റെയിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ. അവർക്ക് അറിയാം ഇത് എങ്ങനെയാണ് ശരിയാക്കേണ്ടത്. അവർക്ക് എക്സ്പീരിയൻസും ഉണ്ട്, പിന്നെ അതിനുള്ള ടാലന്റും ഉണ്ട്. അത് 0-ൽ നിന്ന് 1-ലേക്ക് ഫൗണ്ടർ എത്തിച്ചു, പിന്നെ 1-ൽ നിന്ന് 10-ലേക്ക് എത്താൻ വേണ്ടി റൈറ്റ് ആൾക്കാരെ ഹയർ ചെയ്തു. എക്സാക്ട്ലി. ആ ഹയർ ചെയ്ത ആൾക്കാരും ഞാൻ വിചാരിക്കുന്നത് ആ പിക്ക് ചെയ്തത് അതൊക്കെ റാഫി സാറിന്റെ ഒരു സ്കില്ലാണത്. ആ റൈറ്റ് ആൾക്കാരെ ഹയർ ചെയ്യാന്നുള്ളതും അവർ കൊണ്ടുവരുന്ന ഒരു വാല്യൂ കമ്പനിക്ക്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ CEO അദ്ദേഹം ഹി ഹിംസെൽഫ് ഈസ് ആൻ അവാർഡ് വിന്നിംഗ് ഷെഫ് എന്ന് പറഞ്ഞ ആള് കിച്ചണിൽ കയറി ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ആൾക്ക് അതിൻ്റെ ഒരു കഴിവുണ്ട്. ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞങ്ങളെ മെനുവിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ചില ഐറ്റംസ് ഫ്യൂഷൻ ഐറ്റംസ് ഉണ്ട്. എക്സാമ്പിൾ ഫൂഡിൽസ്, അത് ആളുടെ ക്രിയേഷൻ ആണ്. ഫൂഡിൽസ് നൂഡിൽസിനെ ഞങ്ങൾ ഫൂഡിൽസ് ആക്കി ഫില്ലിയുടേതാക്കി. അപ്പൊ അതില് എല്ലാ ഫ്ലേവേഴ്സ് ഉണ്ട്. ഷവർമ ഉണ്ട്, പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ട്, വെജിൽ പനീർ ഇതുണ്ട്. അപ്പോ ആ നൂഡിൽസും ഇതും മിക്സ് ആയിട്ടുള്ള ഒരു സാധനം ഭയങ്കര ഹിറ്റായി. അത് വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആണത്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ലാമേറിൽ പോയിട്ട് ഫില്ലി, അപ്പോഴാണ് ഞാൻ ഇതെന്താണ് ഫില്ലി ചെയ്യുന്നത്, ഫില്ലി സെലക്ട് പറഞ്ഞിട്ടൊരു ഔട്ട്ലെറ്റ് തുടങ്ങി. അത് ഇപ്പോഴും ഉണ്ട്, ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ടാവും. അതിന്റെ പിന്നിലുള്ള തോട്ട് പ്രോസസ് എന്തായിരുന്നു? ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ഇത് എല്ലാം വരുന്നത് എവിടെന്ന് വെച്ചാല് പ്രീമിയംനെസ് എങ്ങനെ കൊണ്ടുവരാം ബ്രാൻഡില്. അതാണ് നെക്സ്റ്റ് ലെവൽ. പ്രോഡക്റ്റ് ഈസ് സെല്ലിംഗ് നൗ. പണ്ട് കഫ്റ്റേരിയ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങളൊരു കഫേ ആയി. ആ ബ്രാൻഡ് പ്രീമിയം പ്രൈസിൽ സെല് ചെയ്യാൻ തുടങ്ങി പ്രൊഡക്റ്റ്. ഇനി അതിനെ പ്രീമിയം ഒരു പൊസിഷനിലേക്ക് എങ്ങനെ എത്തിക്കാം? അതായത് ഫില്ലി സെലക്ടിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ്. നമ്മൾ പ്രൊഡക്റ്റിനെ എങ്ങനെ പ്രീമിയം ആക്കാം, സർവീസ് എങ്ങനെ പ്രീമിയമിലേക്ക് കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഞങ്ങൾ റിയലൈസ് ചെയ്തു ആ സെഗ്മെന്റിലുള്ള കോമ്പറ്റീഷൻ കാരണം ഫില്ലി സെലക്ടിനെ ഇൻഡിവിജ്വൽ ആക്കി അങ്ങനെ ഒരു ബ്രാൻഡാക്കി വെക്കാം, ഫില്ലിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട്. എന്നിട്ട് ഫോക്കസ് കംപ്ലീറ്റ് ഫില്ലി കഫേ തന്നെ പോകാം. ഓക്കെ. ഇനി എനിക്കറിയേണ്ടത് ആ സമയത്താണെങ്കിൽ 2010-11 സമയത്തൊക്കെ ആയിരിക്കാം സൊമാറ്റോ പച്ച പിടിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ലോഞ്ച് ചെയ്യുന്നത്. ആ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു ആ മൊത്തം ഒരു ജേണി എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ഡിജിറ്റൽ ആൻഡ് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദാറ്റ്? അങ്ങനെ ഫില്ലി ഓൾറെഡി നല്ല ബ്രാൻഡായിരുന്നു. സോ ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? പേഴ്സണലി എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു ഡിജിറ്റൽ വരാൻ പോകുന്നുണ്ട് ഹ്യൂജ് വേ. UAE ഒബ്വിയസ്ലി ആ മാർക്കറ്റിൽ വിർജിൻ മാർക്കറ്റാണ്, ആരും തന്നെ ഇല്ല. സൊമാറ്റോ വരുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അന്ന് സൊമാറ്റോനെ പല രീതിയിലും റിസർച്ചിലൊക്കെ വരുമ്പോൾ എന്താണ് സൊമാറ്റോ, വാട്ട് ഈസ് ഹാപ്പനിങ്, ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സൊമാറ്റോ എപ്പം വരും UAE. സോ ഫില്ലി അന്നേരം നല്ല പോപ്പുലറായി ഈ സ്റ്റോറി കാരണം. അപ്പൊ ഒബ്വിയസ്ലി അവിടെ ഫില്ലിക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. കാരണം ഈ അഗ്രിഗേറ്റർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് ബ്രാൻഡ്സ് വേണം. എന്താ പറയാ, ആങ്കർ പാർട്ട്നേഴ്സ് എന്ന് പറയാ. ആങ്കർ പാർട്ട്നേഴ്സ് മറ്റൊരു രീതിയിൽ പറഞ്ഞ മെനു ഫേവറേറ്റ്സ്. കാരണം ചോയ്സ് നോക്കുമ്പോൾ കസ്റ്റമറിന് ആരൊക്കെയാണ് ഫേവറേറ്റ് ഉള്ളത് അവരെ ഡേ 1 തൊട്ട് ഓൺബോർഡ് ചെയ്യണം. അവർ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. ഞങ്ങൾക്ക് ആ ബിഗിനേഴ്സിനുള്ള എല്ലാ ഇതും പ്രപ്പോസ് ചെയ്തു. ഇനീഷ്യലി നിങ്ങൾ വരികയാണെങ്കിൽ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് എക്സ്പോഷർ കാര്യങ്ങൾ. പക്ഷേ ആസ് എ ബിസിനസ് മാൻ റാഫി സാറിന് ഇത് അറിയില്ല എന്താണെന്നുള്ളത്, ഇതിനെ തൊട്ട് എന്താ സംഭവിക്കാൻ പോകുന്നുള്ളതെന്ന് അറിയില്ല.
പക്ഷെ ഞാനുണ്ടായിരുന്നു ഡിജിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയാനും പിന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാനും ഞാൻ പുഷ് ചെയ്തു. വി ഹാവ് ടു സ്റ്റാർട്ട് ദിസ്. അപ്പോൾ പിന്നെ പാർട്ട്ണറിനോട് പറയേണ്ട കാര്യമില്ല, വി ആർ ഡെസ്പറേറ്റ് എന്ന്. അവരെടുത്ത് നമ്മള് മസിൽ പിടിച്ചിരിക്കുക, അവരെന്താണ് ഓഫർ സോ ഡേ 1 തൊട്ട് തന്നെ ആ ഒരു റെസ്പോൺസ് കിട്ടി. സൊമാറ്റോ വാസ് ലൈക്ക് അവരും ആ സമയത്ത് ദേ ഇൻ ദി ന്യൂസ്. സോ ആ ഒരു ബസ് ക്രിയേറ്റ് ആയി. ഫില്ലിയും പക്ഷേ ഡെലിവറിയുടെ ചാലഞ്ച് ഉണ്ടായിരുന്നു. വി ഹാവ് ടു സെറ്റ് അപ്പ് ഡെലിവറി. They don't have. ആ സമയത്ത് അവർക്ക് So we have to invest. So Rafi sir said, I can't do that. I have other priorities. എനിക്ക് മറ്റുള്ളതാണ് ഇപ്പോൾ ഹ്യൂജ് ഫിനാൻഷ്യൽ ഇത് വേണം. അത് ബൈക്ക് വാങ്ങിക്കുന്നത് മാത്രമല്ലല്ലോ, അവർക്ക് ശമ്പളം കൊടുക്കണം, ഡ്രൈവേഴ്സിന് കിട്ടാനുള്ള ചാലഞ്ച്. അതെ. പക്ഷേ എന്താണെന്നറിയുന്നില്ല, ആ സമയത്ത് എല്ലാം സംഭവിച്ചു. അത് പിന്നീട് വലിയ അഡ്വാൻറ്റേജ് ആയി. കാരണം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടങ്ങളാണ്, നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ നഷ്ടങ്ങളാണ്. പക്ഷെ വി വെയർ ദെയർ. കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിൽ ഫില്ലി ഉണ്ടായിരുന്നു ഡെലിവറിയിൽ ആക്റ്റീവായിട്ട്. പിന്നെ കരീം ലോഞ്ച് ആയതോടുകൂടി ലോജിസ്റ്റിക്സിന്റെ പ്രോബ്ലം സോൾവ് ആയി. അതിന്റെ അഡ്വാൻറ്റേജ് ഫസ്റ്റ് കിട്ടിയത് ഫില്ലിക്കാണ്. നമ്പേഴ്സിന്റെ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് ഇൻ എ ബിഗ് വേ. പെർസെൻറ്റേജ് വൈസ് നോക്കി കഴിഞ്ഞാൽ 300% + ഗ്രോത്ത്. അതൊക്കെ മെനു ഈസ് ഓൾറെഡി എ ഫേവറേറ്റ്. കരീമിന്റെ ഇതിലൂടെ ലോജിസ്റ്റിക്സ് ഈസി ആയി. എല്ലാം കൂടി ആയപ്പോൾ എല്ലാം വർക്കൗട്ടായി. ഓക്കെ. പിന്നെ നിങ്ങളിപ്പോൾ മാർക്കറ്റ് പ്ലേസിലായി, കരീമായി, തലബാത്തിൽ നിങ്ങൾ ലോഞ്ച് ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്? തലബാത്തിൽ ആക്ച്വലി നമ്മളെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ദേശി ക്രൗഡാണ്. അതെ. 20 to 45 years old, ഉറുദു സ്പീക്കിംഗ്. ഇതാണ് നമ്മുടെ 90% കസ്റ്റമേഴ്സ്. അതിൽ ഇന്ത്യൻസ് ഉണ്ട്, ബംഗ്ലാദേശീസ് ഉണ്ട്, പാകിസ്ഥാനീസ്. പക്ഷേ തലബാത്തിന്റെ സെഗ്മെന്റ് എന്ന് പറയുന്നത് അറബ് ക്രൗഡ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അത്രയും ഓർഡേഴ്സ് ഒന്നും വരുന്നില്ല. വി വർ സീറോ ആക്ച്വലി. തലബാത്തിന് ഇൻട്രസ്റ്റും ഉണ്ടായിട്ടില്ല ആക്ച്വലി ഫില്ലിനെ ഓൺബോർഡ് ചെയ്യാൻ. കാരണം അവർ പ്യുവർലി സെഗ്മെന്റിനെ ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്യായിരുന്നു, അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഇതാക്കിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് തലബാത്ത് ഇന്നും ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയത്. സോ വി വർ നോട്ട് ആക്ച്വലി ബോതേർഡ്. നമുക്ക് തലബാത്ത് വരുന്നൊരു ഇതായിരുന്നില്ല. സൊമാറ്റോ വാസ് ഇനഫ് ഫോർ അസ്. പിന്നെ മെനുവിൽ വന്ന ചേഞ്ചസ് കാരണം എല്ലാ ടാർഗറ്റ് ഓഡിയൻസിനും നമുക്ക് കിട്ടാൻ തുടങ്ങി. അറബ്സിനും വെസ്റ്റേൺ, അതുപോലെ ഈവൻ ചൈനീസ്, റഷ്യൻസ്, ഇവരൊക്കെ വരാൻ തുടങ്ങി. അതൊരു 2018 കൂടിയാണ് അത് സംഭവിക്കാൻ തുടങ്ങിയത്. അപ്പം നിങ്ങളിപ്പോൾ മാർക്കറ്റ് പ്ലേസുകളിൽ ആക്റ്റീവായി. നിങ്ങൾ എപ്പോഴാണ് ഒരു സ്വന്തം വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്വന്തം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണമെന്ന് തീരുമാനിച്ചല്ലോ? ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അത് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തിരുന്നു. കാരണം ഫ്രം ഡേ 1 ഞാൻ പലരെയും മീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവര് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ കോൺവെർസേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇത് എന്തായാലും ചെയ്യേണ്ടി വരുന്നുള്ളത്. പക്ഷെ വി വർ നോട്ട് ഷുവർ, ബിക്കോസ് റാഫി സാറിന് ഉറപ്പുണ്ടായിരുന്നു ഈ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര പെട്ടെന്നൊന്നും റിട്ടേൺ കൊണ്ടുവരില്ല. അതെ. സോ ഹി സെഡ് ടേക്ക് ടൈം, വി വിൽ ഡു ഇറ്റ്. ബട്ട് ഹി സെഡ് വി വിൽ ഡു ഇറ്റ്, വി ഹാവ് ടു ഡു ഇറ്റ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡിന് ഞാൻ വീട്ടിലായി, കംപ്ലീറ്റ് റോഡ്സ് എല്ലാം ക്ലോസ് ആയി. നിങ്ങൾ അവിടെ തന്നെ ഷാർജയിലുണ്ട്. സോ ഇറ്റ് വാസ് എ നൈറ്റ് മെയർ. കാരണം ഔട്ട്ലെറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അന്ന് രാത്രി ഞാൻ ലൈം ട്രെയിനെ വിളിച്ചു. അവരെൻ്റെ അടുത്ത് സൊല്യൂഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് അപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കോവിഡ് സംഭവിച്ചു. 2 ദിവസം കൊണ്ട് അപ്പ് ചെയ്തു. അന്നാണ് ഓൺലൈൻ ആക്റ്റീവ് ആയത്. ഡെലിവറി നമ്മൾ വേണം, നമ്മൾ ഓൺ പ്ലാറ്റ്ഫോം വേണമെന്ന് പറഞ്ഞിട്ട് റിയലൈസ് ചെയ്തു, മനസ്സിലായി, അങ്ങനെ സെറ്റ് ചെയ്തു, എല്ലാം സ്റ്റാർട്ടായി, ഓർഡേഴ്സ് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അത് കുറഞ്ഞു. ഒബ്വിയസ്ലി അഗ്രിഗേറ്റേഴ്സ് തിരിച്ചു വന്നു, അവരാണ്. പിന്നെ ഞങ്ങൾക്കും അതൊരു എന്താ പറയുന്നത്, ഒരു വറിയല്ല. ഓൺ പ്ലാറ്റ്ഫോമിൽ വരുന്നില്ല എന്ന് പറയുന്നത് ഒരു വറിയല്ല. പക്ഷേ ആസ് വി ഗ്രോ ഒബ്വിയസ്ലി അത് ഞങ്ങൾ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരും. ഒരു ഡാറ്റാ ബാങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, ഓൺ പ്ലാറ്റ്ഫോമിൽ റിട്ടൻഷൻ കൂട്ടണം, ആക്റ്റീവ് യൂസേഴ്സിനെ കൂട്ടണം. അതൊക്കെ ഉണ്ട്, നമ്മുടെ പൈപ്പ് ലൈനിൽ ഉണ്ട് ആ ടാർഗറ്റ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു. നൗ യു നോ എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ വേണം, നിങ്ങളെ സ്വന്തം ഓഫ്ലൈനിലും വേണം,
ഓൺലൈനിലാണെങ്കിൽ ഇപ്പം മാർക്കറ്റ് പ്ലേസിലും വേണം, സ്വന്തം പ്ലാറ്റ്ഫോം ഉണ്ടാവണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തിരുന്നല്ലോ, ഫില്ലി സ്പെസിഫിക് പ്രൊഡക്ട്സ്. അപ്പോൾ അത് ആ ഒരു സെഗ്മെന്റ് ഇപ്പം എങ്ങനെയാണ് പോണത്? അതായത് നിങ്ങൾ ഫില്ലി ബ്രാൻഡ് ഉണ്ടാക്കി, നൗ യു ലോഞ്ച് പ്രൊഡക്ട്സ്. ആ പ്രൊഡക്ട്സ് എന്താണ്, എങ്ങനെയാണ് അത് പോണത്? അതിന്റെ ഗ്രോത്ത് വെരി ഓർഗാനിക് ആണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പം പ്രൊമോഷൻസും മാർക്കറ്റിംഗും വളരെ ലോ ലെവലിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു കാരണമാണ്. ഞങ്ങൾ അതിൽ ഒരുപാട് ഫ്ലേവേഴ്സ് എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി പ്രോഡക്ട്സ് റാഫി സാർ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു 70 ഗ്രാമിന്റെ ഒരു പൗച്ച് സ്റ്റോറിൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് എ ഹ്യൂജ് ഹിറ്റ്. ഞങ്ങൾ അപ്സെല്ലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്. അന്ന് തൊട്ട് ഞങ്ങൾക്ക് അറിയാം ഇതിന്റെ പൊട്ടൻഷ്യൽ. പിന്നീട് ഒരു ഫുൾ ഫ്ലെഡ്ജിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചത് ഏകദേശം 2022 എല്ലാം ആകുമ്പോഴാണ്, ജസ്റ്റ് ബിഫോർ 3 years. അപ്പോഴാണ് തീരുമാനിച്ചത് ഒരു 6 ഫ്ലേവേഴ്സിൽ ടീ പൗഡേഴ്സ് ഇറക്കാം, ഒരു 10 ഫ്ലേവേഴ്സിൽ ടീ ബാഗ്സ് ഇറക്കാമെന്ന് പറഞ്ഞിട്ട് 17 പ്രോഡക്ട്സ് ഞങ്ങൾ ഇറക്കിയത്. ഇപ്പോൾ D2C സെഗ്മെന്റ്, B2C. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. നൗ ഹൗ ഡു വി സ്കെയിൽ ഓൺലി ദ പ്രൊഡക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദാറ്റ്? അതില് ഒന്നാമത്തെ കാര്യം, ടീയിൽ നമ്മൾ പയനീറിംഗ് ആണ് ഇപ്പോൾ. വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്മയർഡ് ടീ ബ്രാൻഡ് ആ ഒരു ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ വരുന്ന പ്രൊഡക്ട്സിനും കുറച്ചൊരു പ്രീമിയംനെസ് വേണം. അല്ല മാസ് അഫ്ലുവന്റ് പ്രൊഡക്റ്റ് അല്ല ഞങ്ങൾ നോക്കുന്നത്. ഓക്കെ. ഈ സാധനം 300 ഗ്രാമിന്റെ ടീ പൗഡർ ഞങ്ങൾ വിൽക്കുന്നത് 39 ദിറംസിനാണ്. ഓക്കെ. അതേ സാധനം നിങ്ങൾക്ക് 500 ഗ്രാംസ് 12 ദിറംസ് 15 ദിറംസിൽ കിട്ടും. പക്ഷെ ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി വൈസ് ടേസ്റ്റ് വൈസ് ഇറ്റ്സ് വെരി ഡിഫറെന്റ്, യുണീക്ക് ആണ്. കറക്റ്റ്. അതേ രീതിയിലാണ് പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നിങ്ങളിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 3 years ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. സെയിൽസ് നന്നായി പോകുന്നുണ്ട്. വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. സ്കെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നല്ലോണം ഉണ്ട്. ഇപ്പോൾ ഒരു 250 മോഡേൺ ട്രേഡ് ഔട്ട്ലെറ്റ്സിൽ അവൈലബിൾ ആണ്. അത് എവറി മന്ത് ഇങ്ങനെ കൂടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഡയറക്ട്ലി ആണോ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടോ? ഒബ്വിയസ്ലി. ഓക്കെ. ഡയറക്ട്ലി നമുക്ക് ചെയ്യാൻ ഭയങ്കര പണിയാണ്. എന്തിനാണ് ഇപ്പൊ നമ്മളെ ഓഡിയൻസിന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, എന്തിനാണ് നമ്മളിപ്പോ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ പോണത്? ഡിസ്ട്രിബ്യൂട്ടറിന്റെ നെറ്റ്വർക്ക് വെരി സ്ട്രോങ് ആയിരിക്കും. അവർക്ക് എല്ലാം മോഡേൺ ട്രേഡ് അവരുടെ അണ്ടറിൽ ലിസ്റ്റഡ് ആയിരിക്കും. മോഡേൺ ട്രേഡ്, ലുലു അല്ലെങ്കിൽ കാരിഫോർ, സൂപ്പർ മാർക്കറ്റ്സ്. പിന്നെ അവർക്ക് അത് കൂടാതെ വേറെയുണ്ട്, ഹൊറേക്ക സെഗ്മെന്റ് ഉണ്ട്, ഹോട്ടൽസിലെല്ലാം സപ്ലൈ കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം നമ്മൾ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ അസ്. ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലുലു ഔട്ട്ലെറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ ഒരു SKUക്ക് ഇത്ര പൈസ തന്നിട്ടുണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ ലുലു ആണ് തീരുമാനിക്കുന്നത് അവർക്ക് എത്ര കൊടുക്കണം എന്നുള്ളത്. നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ ചിലപ്പോൾ കുറച്ച് പൈസ കൊടുക്കും. ഞങ്ങളത് അത്രയും ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല, ചായപ്പൊടിയല്ലേ. അതിൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. അവരെ സ്വന്തം ബ്രാൻഡും ഉണ്ടോ അതിന്റെ ഇടയിൽ? അപ്പം ഞങ്ങൾ ബിഗിനർ ആണ് അതിൽ. അപ്പോൾ അവരങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റും കൊണ്ട് പോയി ഇടാന്ന് വെച്ചാൽ അതൊരിക്കലും ഒരു റിട്ടേൺ തരുന്ന പരിപാടിയല്ല. ആ സമയത്താണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഒരു ഇത് ഉപകാരപ്പെടുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് ഫെസിലിറ്റീസ് ഒക്കെ ചെയ്ത് പിന്നെ ഓൺലൈനിലും കൂടി അതിനെ പ്ലഗ് ഇൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവും. അവർക്ക് വെയർ ഹൗസ് ഫെസിലിറ്റീസ് ഉണ്ടാവും, അവിടെ എല്ലാം കീപ്പ് ചെയ്യും. പിന്നെ ഓർഡേഴ്സ് വരുമ്പോൾ അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ടെക് വൈസ് ഉള്ള ഇതിന്റെ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ടാവും. അതിലൊന്നും നമുക്ക് ബോധേഡാവേണ്ട ആവശ്യമില്ല. നമ്മളെ ബ്രാൻഡിൽ നല്ല പ്രൊഡക്റ്റ് എടുത്ത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവരായിക്കോളും. പിന്നെ ബ്രാൻഡ് സ്റ്റോറി ഒബ്വിയസ്ലി അത് നമ്മൾ ബിൽഡ് ചെയ്യണം. അതൊരു പ്രത്യേക സെഗ്മെന്റ് ആണ്. ഓരോ വീട്ടിലേക്കും പോവാണ് പ്രൊഡക്റ്റ്. അത് വെച്ചിട്ടുള്ള സ്റ്റോറി നമ്മൾ ബിൽഡ് ചെയ്യണം. അവിടെ ഒരു ചാലഞ്ച് ഉണ്ട്. അത് ഞങ്ങൾ അങ്ങനെ ടാക്കിൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു നമ്മൾ അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഒബ്വിയസ്ലി ചെയ്യാവുന്നതേ ഉള്ളൂ. കോണ്ടന്റിലൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നന്നായി ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ടും ഇല്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗ് ഒക്കെ ശരിക്കും നിങ്ങൾ വാട്സാപ്പ് മാർക്കറ്റിംഗ് ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് ആ ഒരു മാർക്കറ്റില് എന്താണെന്ന് അറിയുന്നില്ല. UAE മാർക്കറ്റിൽ ഞാൻ നോക്കിയപ്പോൾ വാട്സാപ്പ് അത്ര ഒരു അക്സെപ്റ്റഡ് അല്ല ഇപ്പോഴും. ചില സെഗ്മെന്റിലുണ്ട്, കൊറിയർ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, ഇൻഷുറൻസ്, പിന്നെ ഹോം സർവീസസ്, ഇതിലൊക്കെ അവർ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സ്. പക്ഷെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗ്രോസറി ഐറ്റം ഓർഡർ ചെയ്യാനോ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ടാവുമല്ലോ. ഈ D2C ഇപ്പം 17 SKU ആണെങ്കിൽ D2C പ്രൊഡക്ട്സ് എന്തുകൊണ്ട് ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ബേസിനെ അറിയിക്കണമല്ലോ.
സോ അത് നിങ്ങൾക്കൊരു വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് വഴി ചെയ്തൂടെ? കഴിഞ്ഞ മാസം എന്നോട് ടീം മെമ്പേഴ്സ് പറയാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്. ഓക്കെ, ഞാൻ ഒരു വർഷം മുമ്പ് നിർത്തിയ പരിപാടിയാണ്. കറക്റ്റ്. അപ്പോൾ 1 year ബിഫോർ ഗപ്ഷിപ്പുമായിട്ട് ഞങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അവരെല്ലാ ഫീച്ചേഴ്സൊക്കെ ഞങ്ങൾക്ക് തന്നു. ഞാൻ ഒരു ക്യാമ്പയിൻ റൺ ചെയ്തു. നോക്കുമ്പോൾ എനിക്ക് അക്വിസിഷൻ കോസ്റ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കമ്പയർ ടു അതർ ചാനൽസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒരു കൈ പൊള്ളുന്ന പരിപാടിയായിരിക്കും കുറച്ച് നാളത്തേക്ക്. അങ്ങനെ ഒഴിവാക്കിയതാണ് ആക്ച്വലി. അപ്പം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ഉണ്ടല്ലോ. അപ്പോൾ പ്രോബബ്ലി യു ഹാവ് സെൻഡ് ടു എ ന്യൂ ഡാറ്റാബേസ്. എക്സിസ്റ്റിംഗ് ഡാറ്റ നിങ്ങൾ, അതായത് ലോയൽ കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ട്. ഈ ലോയൽ കസ്റ്റമേഴ്സിനോട് പറയുകയാണ്, വി നൗ ഹാവ് പ്രൊഡക്ട്സ് അവൈലബിൾ ഓൺ അവർ D2C വെബ്സൈറ്റ്, വൈ ഡോണ്ട് യു ചെക്ക് ഇറ്റ് ഔട്ട്. ആ ഒരു സാധനം മേ ബി ഇനീഷ്യലി നിങ്ങൾ ചിലപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് സെൻഡ് ചെയ്ത് നോക്കാം. ലുക്ക് അറ്റ് വാട്ട് ഈസ് ദ റിട്ടേൺ ഓഫ് ദാറ്റ്, ROI ഓഫ് ദാറ്റ്. അത് വർക്ക് ചെയ്യണം. കാരണം നമുക്കൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ AI ഏജന്റ് ആണ്. അതായത് കസ്റ്റമർ വരുന്നു, കസ്റ്റമർ വന്ന് AI ഏജന്റിനോട് സംസാരിക്കുന്നു, വോയിസും ടെക്സ്റ്റും എടുക്കും, ബോത്ത് ഇൻ മലയാളം ആസ് വെൽ ആസ് ഇംഗ്ലീഷ്, ആൻഡ് AI ഏജന്റ് സെൽസ്. ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്, എന്നിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരാളെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. ചെയ്തിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഈ ടൂൾസ് ഒക്കെ വന്ന അവിടെ കിടക്കും. ഇപ്പോൾ ക്ലവർ ടാപ്പ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഒരാളില്ല. അതിനായിട്ട് ആളെ അസൈൻ ചെയ്യണം. അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ നാട്ടിൽ ബാക്ക് ഓഫീസ് തുടങ്ങണം. വെരി ഗുഡ് ഐഡിയ. സോ ദാറ്റ് യു വിൽ ആൾസോ ഗെറ്റ് ടാലൻസ് ആൻഡ് യു ക്യാൻ റിയലി. കാരണം ഇപ്പം UAE ഒരാളെ ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ നാട്ടിൽ ഹയർ ചെയ്യാൻ അത്ര എമൗണ്ട് ഇല്ല. ആൻഡ് യു ഗെറ്റ് ദ ബെസ്റ്റ് ടാലൻസ്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു ഐഡിയൽ കിണാശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാലൻസ് ROI ഫെച്ച് ചെയ്യും. വൺസ് ROI ഫെച്ച് ചെയ്താൽ യു ടേക്ക് ദം ടു ദുബായ്. കാരണം അവർ കാശ് കൊണ്ടുവരുന്നുണ്ട്. സോ ഇറ്റ് മേക്ക് സെൻസ്. പ്രോബബ്ലി ഐ തിങ്ക് ഫില്ലി ഹാസ് എ വെരി ഗുഡ് ചാൻസ് ഇൻ D2C വെബ്സൈറ്റ്. ഒബ്വിയസ്ലി. ഇപ്പോൾ ക്യാമ്പയിൻ മാനേജർ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല ആക്ച്വലി. മെറ്റ മാത്രം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആഡ്സ് റൺ ചെയ്യും. അപ്പൊ ഡിജിറ്റൽ ഫോക്കസ്ഡ് അല്ല. ഇപ്പൊ ഞാനൊരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പെർഫോമൻസ് മാർക്കറ്റിംഗ് ട്രൈ ചെയ്തത് നമ്മൾ താഴ്ന്ന് സംസാരിച്ചത്. താഴത്തെ സംസാരിച്ചിരുന്നു. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം. അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗ് ഞങ്ങൾ 2024 ട്രൈ ചെയ്തു. ഈ ആപ്പൊക്കെ ഫുൾ സെറ്റായി, ക്ലൗഡ് ടാപ്പൊക്കെ കണക്ട് ചെയ്തു. മെറ്റയിൽ ഞങ്ങൾ ആഡ് റൺ ചെയ്യാം, ഗൂഗിളിന് റൺ ചെയ്യാമെന്ന് തീരുമാനിച്ച് ബഡ്ജറ്റൊക്കെ ഫിക്സ് ചെയ്തു. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ലീഡ് വരുന്നില്ല. ഒരുപാട് ഇൻസ്റ്റലേഷൻ വരുന്നുണ്ട്, ഹ്യൂജ് നമ്പേഴ്സ്. ഈവൻ 2 dirhamസിലൊക്കെ നമുക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വരും. പക്ഷേ റിട്ടേൺ ഇല്ല, കൺവേർഷൻസ് ഇല്ല. സോ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് കണ്ടത് ഒരു ആട്രിബ്യൂഷൻ ടൂൾ ഇല്ലായിരുന്നു കറക്റ്റ്. ക്ലൗഡ് ടാപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആരാ വരുന്നത് എന്നുള്ളത്, ആരാ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്താണ് നോക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ടോപ്പ് ഫണലും മിഡിൽ ഫണലും ഒന്ന് സ്ട്രോങ് ആക്കുക. കാരണം ടോപ്പ് ഫണലിലേക്ക് ഫീഡ് ചെയ്യാൻ ഒരുപാട് സംഗതികളുണ്ട് പല സ്ഥലങ്ങളിൽ. ഓൾറെഡി UGC നല്ലോണം വർക്ക് ചെയ്യുക. പക്ഷെ മിഡിൽ ഫണലിലേക്ക് വരെ എത്തുന്നുണ്ടാവാം, അതിനുശേഷം ഒന്നുമില്ല, 0 ആണ്. സോ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി അത് റീസ്റ്റാർട്ട് ചെയ്യണം. 2026 അത് തന്നെയാണ് പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്ന ഓഡിയൻസ്, ഹൂവർ ക്യാൻ ഹെൽപ്പ് ഫില്ലി കഫേ, പ്ലീസ് റീച്ച് ഔട്ട്. താഴത്ത് നമ്മൾ വേണ്ട, നമ്മളെ വാട്സാപ്പ് ഏജന്റിൽ റിപ്ലൈ ചെയ്താൽ വിൽ കണക്ട് യു ടു അഷ്റഫ്. ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു 2026, അപ്പോൾ നെക്സ്റ്റ് ഒരു പ്ലാൻ മേ ബി നിങ്ങളൊരു ചാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. 2026 നിങ്ങൾ ആക്ച്വലി എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ടേംസ്? മെയിൻലി വി വോണ്ട് ടു ബിൽഡ് എ ഡാറ്റ ബാങ്ക്. ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഇല്ല, പല സ്ഥലങ്ങളിൽ കിടക്കുകയാണ് ഡാറ്റ. അത് ചെയ്തില്ലെങ്കിൽ വിൽ ബി എ ഹ്യൂജ് ലോസ് ഫോർ അസ്. നമ്മൾ ഇനി പുതിയ മാർക്കറ്റിലേക്ക് പോവാണ്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് കൺട്രീസിൽ ഇവിടെയുള്ള സാധനം അങ്ങനെ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്താൽ മതി. കാരണം സെയിം ആണ് ഓഡിയൻസ്. അപ്പോൾ അത് ഇതിവിടെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അത് അപ്പോൾ പ്രയോറിറ്റി അതിന് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി, ടൂൾസ് ഒക്കെ റെഡിയായി, ഇനി ജസ്റ്റ് ഒന്നൊരു ഇൻ്റഗ്രേഷൻ മാത്രം മതി. അപ്പോൾ ഈ കോണ്ടന്റ് സൈഡിൽ നിങ്ങൾ എന്താണ്, വാട്ട് ആർ യു പ്ലാനിങ് ഇൻ ദ കോണ്ടന്റ് സൈഡ്? കോണ്ടന്റിൽ ഇപ്പോൾ മെറ്റയിൽ മാത്രമാണ് ഫോക്കസ് ഉള്ളത്, അത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം. ടിക്ടോക്കിലെല്ലാം ഞങ്ങൾ ഇതേ സെയിം കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അത് ഒന്ന് ശരിയാക്കി എടുക്കണം. എല്ലാ പ്ലാറ്റ്ഫോമിലും കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല കണ്ടന്റ്, എൻഗേജിങ് കണ്ടന്റ് ഇടണമെന്നുണ്ട്. അതിന് ഇപ്പോൾ ചെറിയൊരു കണ്ടന്റ് ടീമിനെ നമ്മൾ ഇൻ ഹൗസ് വെച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാനും റെഡിയാണ്. അപ്പോൾ അഗൈൻ ഓഡിയൻസ് ക്യാൻ റീച്ച് ഔട്ട്. ഓക്കെ, നമുക്ക് എൻഗേജിങ് കണ്ടന്റ് വേണം, നല്ല ഹുക്കും ഹോൾഡിംഗ് റേറ്റും ഒക്കെ ആയിട്ടുള്ള കണ്ടന്റ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തണം കോണ്ടന്റ് വഴി. ഓക്കെ, നൈസ്. ഇതിൻ്റെ അകത്ത് എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയൊരു സാധനമുണ്ട്. നിങ്ങൾ റാഫിന്റെ അതായത് ഫോട്ടോ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. അതെങ്ങനെയായിരുന്നു ആ ഒരു ഡിസ്കഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വന്നത്? ആക്ച്വലി റാഫി സാറിന്റെ മനസ്സിലൊരു വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു എന്റെ പിറകില്. കാരണം വെച്ചാൽ ബ്രാൻഡ് വലുതാവുകയാണ്, കാരണം അതിനൊരു സിഗ്നേച്ചർ ലോഗോ വേണം. ടൈപ്പോഗ്രഫി ലോഗോ എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് പക്ഷെ ഒരു ഒത്തന്റിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം മൂപ്പർക്ക് വേണമായിരുന്നു. ഇത് എന്റേതാണ്, ഞാനാണ് ഇതിന്റെ പിറകില് എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്നേരം ഒരുപാട് കൺട്രീസിലേക്ക് പോവാണ്. അപ്പൊ ഇതൊക്കെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഈ ഒരു ലോഗോ നമ്മൾ ഒരു ഓത്തന്റിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരണം പല പ്രൊഡക്ട്സും വരും ഭാവിയിൽ ഫില്ലിയുടേതായിട്ട്, കാരണം ആൾക്ക് ഇതൊരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാക്കി മാറ്റണം. അങ്ങനെ വരുമ്പോൾ ആള് കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് ഇത്. അപ്പൊ ആ സമയത്ത് തന്നെ ഒരു കാര്യം നടന്നു എന്ന് വെച്ചാല്, ഡയാക്കിലുള്ള ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, ദുബായ് ഇന്റർനാഷണൽ അക്കാദമിക് സിറ്റി, നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനം, അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അത് വെച്ചൊരു കാരിക്കേച്ചർ ചെയ്യണം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ആർട്ടിസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് ഇതിനെ ഒരു ഫേസ് ആക്കി തരണം. ആള് എന്തോ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട്, ആളൊരു ആർട്ടിസ്റ്റാണ് ബേസിക്കലി, ഉപയോഗിച്ച് ഇതിന്റെ തല ഇങ്ങനെ വരച്ചിട്ട് തന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റാഫി സാറോട് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇത് യൂസ് ചെയ്യാം, നല്ലൊരു ഐഡന്റിറ്റി ആക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ ആളെന്ന് എന്നോട് സജസ്റ്റ് ചെയ്ത്, നമുക്ക് എന്തുകൊണ്ടൊരു റൗണ്ട് ലോഗോ ഇത് വെച്ച് ഉണ്ടാക്കിക്കൂടാന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് ആ സംഭവം. ഓ നൈസ്. ഞാനന്ന് വിചാരിച്ചിരുന്നത് KFC ഒക്കെ ചെയ്യുന്ന പോലെ നമ്മളെ നാട്ടുകാരൊക്കെ ചെയ്യാനായോ? എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഇതാണോ ഇതിന്റെ, എനിക്കന്നത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, യെസ്, ദിസ് ക്രിയേറ്റ്സ് എ ലെഗസി. അത് അന്ന് പലർക്കും അതൊരു വിഡ്ഢിത്തായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷെ എനിക്ക് ചില സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. അതാണ്, അത് അറിയാതെ പലതും ക്രിയേറ്റ് ആവും. അതാണ് ക്രിയേറ്റിവിറ്റി ആക്ച്വലി. ട്രൂ. കാരണം എനിക്ക് തോന്നുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് ഭയങ്കര മെയിൻ സ്ട്രീം ആണ്. അത് മെയിൻ സ്ട്രീം അല്ലാത്തൊരു കാലഘട്ടത്തിൽ പോയിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് വേറെ ലെവലിൽ ചെയ്ത സംഭവമാണത്. ഇന്ന് ഞങ്ങള് പാക്കേജിങ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വലിയ ഒരു പ്രോബ്ലം ആണ് ആക്ച്വലി. ഫ്രണ്ടിൽ ഞങ്ങൾ ടൈപ്പോഗ്രഫി ലോഗോ വെക്കും, ഷെൽഫ്സിലൊക്കെ അതാണ് വിസിബിൾ, ഐഡന്റിറ്റി ക്രിയേഷൻ ഒക്കെ അവിടെ നടക്കും, ബ്രാൻഡ് റീകോളിന് വളരെ ബെസ്റ്റ് ആണ്. പക്ഷെ ഓത്തന്റിസിറ്റിക്ക് വേണ്ടിയിട്ട് പലരും പല ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു ലോഗോ ആണ് ഞങ്ങൾ ഒരു ഓത്തന്റിസിറ്റി. ഇനി നമ്മളെ എൻഡ് ഓഫ് ദ പോഡ്കാസ്റ്റിലേക്ക് എത്താണ്. ഹൗ ആർ യു യൂസിങ് AI ഇൻ യുവർ ബിസിനസ്? വി ആർ നോട്ട് യൂസിങ് നൗ. ഓക്കെ, ബട്ട് വി ആർ വെരി ഈഗർലി ലുക്കിംഗ് അറ്റ് ഇറ്റ്. എന്ന് വെച്ചാൽ AI-നെ നമുക്ക് ഇനി ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ടീമിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. ബിസിനസ്സിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ പേഴ്സണലി ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞങ്ങളെ കണ്ടന്റ് പ്രിപ്പറേഷൻ തൊട്ട് അതിന്റെ സ്കെഡ്യൂളിംഗ് വരെ ഓരോ ടൂൾസും ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സണലി നിങ്ങൾ എന്തൊക്കെ ടൂൾസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്? ഞാൻ ChatGPT യൂസ് ചെയ്യുന്നുണ്ട്, ജെമിനി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഇൻസ്പിറേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് VO3 അല്ലെങ്കിൽ ജെമിനിയിൽ തന്നെ നാനോ ബനാന ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ UCS AI എന്തായാലും വേണ്ടി വരും. 100%. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ടു അവർ ഷോ. പിന്നെയും പാക്കലാം. താങ്ക് യു സോ മച്ച്. നീ ദുബായിൽ വെച്ച് കാണാം. എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഓക്കെ.